Hi all, welcome back to Xylem Learning. എപ്പിസാറാണ് എല്ലാ മക്കൾക്കും ഓഡിയബിൾ ആണ് വിസിബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മളിന്ന് ഒറ്റ ലൈവിൽ 5 ചാപ്റ്റേഴ്സാണ് സെറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, ഞാനും അനഘമിസ്സും ആയിരിക്കും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എടുത്ത് തരുന്നത്. അപ്പോൾ 5 ചാപ്റ്റേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്നത്തെ ഒറ്റ ലൈവിൽ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കൾക്കും എന്ത് ചെയ്യണം, ഒരിക്കൽ കൂടി വെൽക്കം പറയാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അറിയാം. നമുക്കൊന്ന് കമൻറ്റ് ചെയ്ത് ഇന്നത്തെ 5 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. യെസ്, നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ, വൈ ആൻഡ് ഹൗ, അതുപോലെ തന്നെ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ. ഈ 5 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്നത്തെ ഒറ്റ ലെവലിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, സെറ്റ് ആക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിലേ ആക്കുന്നില്ല, നേരെ ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാം, നമ്മൾ ഈ 5 ചാപ്റ്റേഴ്സും സെറ്റാക്കി തരാം. ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള അവകാശങ്ങളെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് റൈറ്റ്സ്, എന്താണ് റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൂടാതെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി വെൽക്കം പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഡിലേ ആക്കുന്നില്ല, നേരെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കണം, എന്താണ് നമ്മൾ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ വിതൗട്ട് റൈറ്റ്സ് ലൈഫ് എന്തായിരിക്കും, ഭയങ്കര ഒരു ട്രാജിക് കണ്ടീഷനിലൂടെ ആയിരിക്കും നമുക്ക് കടന്നു പോവുക. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ്. വിതൗട്ട് ഫ്രീഡം നമ്മൾ എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യുക, നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്ക്. ഒന്നും വേണ്ട, നമ്മുടെ കൊറോണ ടൈം അല്ലെ, ലോക്ക്ഡൗൺ സമയത്ത് തന്നെ നമ്മൾ സഫർ ചെയ്ത് വലിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്താണ്, യെസ്, നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ പറയുന്ന സത്യവാങ്മൂലം വേണം, അങ്ങനെ കുറേയധികം റെസ്ട്രിക്ഷൻസ് വന്ന സമയത്ത് തന്നെ നമ്മൾ റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്, ഫ്രീഡത്തിൻ്റെ വാല്യൂ എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പോൾ വിതൗട്ട് റൈറ്റ് എന്ന് പറയുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും, ഭയങ്കര എന്താ പറയുക, ട്രാജിക് കണ്ടീഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ എന്താണ് റൈറ്റ്സ് നോക്കുക. റൈറ്റ്സ് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ലീഡ് ടു ബെറ്റർ സോഷ്യൽ ലൈഫ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ബിസൈഡ്സ് ദിസ് ഇറ്റ് ബ്രിങ്സ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ദ പ്രോഗ്രസ് ഓഫ് സൊസൈറ്റി. ഇവിടെ നമുക്ക് കാണാൻ വരുന്നത് ബെറ്റർ സോഷ്യൽ ലൈഫ്, നമ്മൾ ഈ പറയുന്ന ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു സൊസൈറ്റിയുടെ പ്രോഗ്രസ്സിനാണെങ്കിലും ഒരു പേഴ്സൺ ഇൻഡിവിജ്വൽ ഗ്രോത്തിനാണെങ്കിലൊക്കെ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, എസെൻഷ്യലാണ്, റൈറ്റ്സ് എസെൻഷ്യലാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവകാശങ്ങൾ എന്ന് പറയുന്നത് സോഷ്യലി എഗ്രി ചെയ്തിട്ടുള്ള, സോഷ്യലി അംഗീകരിച്ചിട്ടുള്ള ക്ലെയിംസ് ആണ് നമ്മൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ലീഗലി കൂടി നമ്മളിപ്പോൾ എന്താ പറയുക, ഭരണഘടനയിൽ അല്ലെങ്കിൽ റിട്ടേൺ ഫോമിൽ കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഡെമോക്രാറ്റിക് നേഷൻസിൽ ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ഫോമിൽ കൂടി എന്ത് കാണാൻ പറ്റും, ഈ പറഞ്ഞ റൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. റിട്ടേൺ ഓർ അൺറിട്ടേൺ ഫോമിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, റൈറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ പറയുന്ന സോഷ്യലി എഗ്രി ചെയ്തിട്ടുള്ള ക്ലെയിംസ് ലീഗലി കൂടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ലോ ത്രൂ കൂടി എന്ത് ചെയ്യാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വിതൗട്ട് റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ലൈഫിനും സോഷ്യൽ പ്രോഗ്രസ്സിനും ഒരു പേഴ്സൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വിൽ എൻഷുർ ദ ഈക്വൽ റൈറ്റ്സ് ടു ഇറ്റ്സ് പീപ്പിൾ ഓർ സിറ്റിസൺ വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക, ജനാധിപത്യ രാഷ്ട്രമാണെങ്കിൽ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ ആളുകളും ഈക്വലി ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അതൊരു ഡെമോക്രാറ്റിക് നേഷൻ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെമോക്രസി തന്നെ എടുക്കുക, നമുക്ക് ഡെമോക്രസി തന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെ എന്താ പറയുക, നമ്മുടെ പൊളിറ്റിക്കൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു കണ്ടസ്റ്റ് ഇലക്ഷൻസ്, ഇങ്ങനെ അധികം പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്. അത് ഫ്രീ ആൻഡ് ഫെയർ അല്ല, ഈക്വൽ അല്ലെങ്കിലുള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ എന്താ പറയുക, അപ്പർ കാസ്റ്റിന് മാത്രം, അല്ലെങ്കിൽ റിച്ച് പേഴ്സൺസിന് മാത്രം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിലീജിയന് മാത്രം ഇലക്ഷൻ, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പിന് മാത്രം ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യാൻ, ബാക്കിയുള്ള ആളുകൾക്ക് പറ്റൂല എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ വന്നു അല്ലേ. അപ്പോൾ അവിടെ ഡെമോക്രസി ഇസ് നോട്ട് എക്സിസ്റ്റ് ദെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡെമോക്രാറ്റിക് നേഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, റൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വിൽ എൻഷുർ ദ ഈക്വൽ റൈറ്റ്സ് ടു ഇറ്റ്സ് പീപ്പിൾ ഓർ സിറ്റിസൺ വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്താ പറയുക, ഒരു വേർതിരിവുമില്ലാതെ, ഒരു വിവേചനവുമില്ലാതെ, ഒരു എന്താ പറയുക ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാ ആളുകളെയും ഈക്വലി ട്രീറ്റ് ചെയ്യാനാണ് ആര് ട്രൈ ചെയ്യുക, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എപ്പോഴും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക, അത് എൻഷുർ ചെയ്യും, അത് ഉറപ്പുവരുത്തും നമുക്ക് കാണാൻ പറ്റും. Then the fundamental responsibility of the court is to പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സിറ്റിസൺസിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആയിരിക്കാണ്
കോഡ്സിനാണ്. നമുക്ക് കാണാൻ പറ്റും നമ്മൾ എന്താ പറയുക, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ, ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ അഡ്രസ്സ് ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ്, ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആ ഒരു എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ള 6th ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ് നമ്മൾ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നതും ദെൻ റിട്ട് റൈറ്റ്സും കാര്യങ്ങളൊക്കെ അതിന് ശേഷം വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫണ്ടമെൻ്റൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കോർട്ട് ഈസ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ആരുടെ കൂട്ടി റെസ്പോൺസിബിലിറ്റിയാണ്? കോടതിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ മൗലിക അവകാശം അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമുക്ക് ഫണ്ടമെൻ്റലി കിട്ടേണ്ട അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട റൈറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ബേസിക് ആയിട്ട് കിട്ടേണ്ട റൈറ്റ്സ് ഡിനൈ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആയിട്ട് റെസ്പോൺസിബിലിറ്റിയാണ് കോർട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കോർട്ടിൻ്റെ മേജർ ആയിട്ട് അല്ലെങ്കിൽ കോർട്ടിൻ്റെ പ്രയോറിറ്റി കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റും. അത് ഇത് സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്, 2 കോർട്ടും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് എന്താ പറയുക, കുട്ടികളൊക്കെ രാവിലെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ആർ ലിസ്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ്. ദിസ് ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ലേഡ് ഡൗൺ ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് കോൾഡ് ദ ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ഡെമോക്രാറ്റിക് നേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെങ്കിൽ സിറ്റിസൺസിൻ്റെ റൈറ്റ്സ് എന്ത് ചെയ്യും, കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് റൈറ്റ്സിനെയാണ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ ലിസ്റ്റ് ഓഫ് റൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയുടെ കേസിലേക്ക് വരുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതുപോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണാൻ അല്ലെങ്കിൽ പ്രതിവിധിക്കുള്ള അവകാശം. ഇങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഉറപ്പ് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമുക്ക് എക്സാമിനേഷൻസ് വരാറുണ്ട്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു പോർഷൻ തന്നെയാണ് എന്താ പറയുക, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ 6 മൗലിക അവകാശങ്ങളുടെ പേര് മക്കൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. 6 മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം. ഇത്രയുമാണ് നമ്മുടെ ഭരണഘടനയിലെ 6 മൗലിക അവകാശങ്ങൾ നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ അവകാശങ്ങളുടെ പേര് മാത്രമല്ല അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ച് പോകണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ബോത്ത് ഗവൺമെൻറ് ആൻഡ് ആസ് വെൽ ആസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന അപ്പെക്സ് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ടതും ഇത് ലൈക്ക് സേവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കോർട്ടിനും കൂടിയാണ് നമുക്ക് കാണാൻ പറ്റും. ഓരോ ഇൻഡിവിജ്വൽസിനും ഉണ്ട്, അത് കൂടാതെ ഗവൺമെൻറ്റുകൾക്കുമുണ്ട്. പക്ഷേ ഫൈനലി ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി കോർട്ടിനാണ് നമുക്ക് കാണാൻ പറ്റും. then നമുക്ക് ഓരോ റൈറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. അതിൽ നമ്മൾ ഫസ്റ്റ് വരുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി നമുക്ക് ഫസ്റ്റ് നോക്കാം, സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 to 18 ആണ് റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നതാ. അപ്പോൾ നമുക്ക് നോക്കാം. It is a basic principle of the Indian Constitution. This right includes the following things. നമ്മളോട് നോക്കുകയാണെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് ആർട്ടിക്കിൾ 14 വരുന്നത്. അവിടെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. അതായത് എല്ലാ ആളുകളെയും നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ബേസ്ഡ് ഓൺ കാസ്റ്റ്, ബേസ്ഡ് ഓൺ എന്താ പറയുക ജെൻഡർ ഒക്കെ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി അത് എന്ത് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം. ആ ഒരു കൈൻഡ് ഓഫ് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡിസ്ക്രിമിനേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ ആളുകളും
ഈക്വൽ ആണ് ബിഫോർ ലോ. ഒരു കൈൻഡ് ഓഫ് എന്തില്ല, ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഇക്വാലിറ്റി ബിഫോർ ലോ ഇസ് ബൊറോഡ് ഫ്രം ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഇസ് ബൊറോഡ് ഫ്രം ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പല രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള പല തിങ്സും എന്ത് ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് അപ്ലിക്കബിളായ രീതിയിൽ നമ്മളിപ്പോൾ ബ്രിട്ടനിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള നേഷൻസ് നമ്മൾ ബൊറോ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്ക് അപ്ലിക്കബിളായുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പബ്ലിക്കിന് അല്ലെങ്കിൽ ഇന്ത്യൻ എന്താ പറയുക സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് അതിനെ മൗൾഡ് ചെയ്തെടുക്കുകയും അത്തരത്തിൽ അതിലേക്ക് മാറ്റം വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നും അതുപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ബോറോ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഡിസ്ക്രിമിനേഷൻ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ എന്ന ആർട്ടിക്കിൾ 15 ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇല്ല. ബേസ്ഡ് ഓൺ ഏജ്, ബേസ്ഡ് ഓൺ ജെൻഡർ ആവട്ടെ, ബേസ്ഡ് ഓൺ കാസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ഓഫ് എവറിത്തിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഓൾ ആർ ഈക്വൽ എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, ഒരു കൈൻഡ് ഓഫ് വേർതിരിവും പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഇപ്പോൾ എന്താണ് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് ഒരു വഴിയിലൂടെ നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ പറഞ്ഞത് ഒരു കോമൺ പബ്ലിക് വെയിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ അധികം എന്തുണ്ടായിരുന്നു, ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ സ്റ്റോപ്പ് ചെയ്തു. ദെൻ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, എല്ലാ ആളുകൾക്കും ഈക്വലി ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അത് അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും എന്താണ് കാപ്പബിലിറ്റി അനുസരിച്ചാണ്. പക്ഷേ കാപ്പബിൾ ആയിട്ടുള്ള ആളുകൾ അറ്റൈൻ ചെയ്യുക, പക്ഷേ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അവിടെ ഈ പറയുന്ന ഒരു രീതിയിൽ ഒരു കൈൻഡ് ഓഫ് എന്തില്ല, ഡിസ്ക്രിമിനേഷനും ഇല്ല. അപ്പർ കാസ്റ്റ് ആണെങ്കിലും ലോവർ കാസ്റ്റ് ആണെങ്കിലും മെജോറിറ്റി ആണെങ്കിലും മൈനോറിറ്റി ആണെങ്കിലും മെൻ ആണെങ്കിലും വിമൺ ആണെങ്കിലും ഒക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ദെൻ അറ്റൈൻ ചെയ്യുന്നത് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിലേക്കുള്ള സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് സൈഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ പോലുള്ള പ്രവർത്തികളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഈ പറയുന്ന കാസ്റ്റ് ബേസ്ഡ് ആയിരുന്നു, അതും എന്ത് ചെയ്തു, റാഡിക്കേറ്റ് ചെയ്തു, എടുത്ത് കളഞ്ഞു. പിന്നെ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, ഈ പറയുന്ന രീതിയിൽ കുറേ അധികം ടൈറ്റിൽസ് ഉണ്ടായിരുന്നു, കുറേ അധികം ഈ പറയുന്ന സ്ഥാന പദവികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി. അത്തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് റെസ്പെക്റ്റും ആവശ്യമില്ല, ഓൾ ആർ ഈക്വൽ എന്നുള്ളൊരു കോൺസെപ്റ്റിലെ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്തു, നമ്മൾ നിർത്തലാക്കി. അതുപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തു, അൺടച്ചബിലിറ്റീസ് ഇറാഡിക്കേറ്റ് ചെയ്തു, ടൈറ്റിൽസ് അബോളിഷ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റിയിലെ മെയിനായിട്ട് വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. ദെൻ വരുന്നത് റൈറ്റ് ടു ഫ്രീഡമാണ് നമുക്ക് വരുന്നത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് നമ്മൾ പറയുന്നത്. ഫ്രീഡം ഡസ് നോട്ട് മീൻ ദ പെർമിഷൻ ടു ഡു എനിത്തിങ് ആസ് വൺ പ്ലീസസ്. നമുക്ക് എന്താ പറയുക, ഒരാളുടെ എല്ലാ എന്താ പറയുക ആഗ്രഹങ്ങളും നേടിയെടുക്കുക, അല്ലെങ്കിൽ ഒരാളുടെ എന്താ പറയുക എല്ലാ രീതിയിലുള്ള അയാളുടെ പ്ലഷറിനോട് എല്ലാ രീതിയിലുള്ള എന്താ പറയുക ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ളൊരു അവസരം, അങ്ങനെയല്ല നമ്മൾ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. ഫ്രീഡം ഓഫ് എ പേഴ്സൺ ഷുഡ് നോട്ട് ഹേർട്ട് ദ ഫ്രീഡം ഓഫ് അതർ പേഴ്സൺസ്. നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ എനിക്ക് ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക മറ്റുള്ളവരുടെ ഫ്രീഡത്തെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് ഫ്രീഡം ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് ദ റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി. നമുക്ക് കാണാൻ പറ്റും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ദെൻ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ഓൾ അതർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഈ പറയുന്ന ഫ്രീഡത്തിൽ വരുന്ന പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നത് എല്ലാ മൗലിക അവകാശങ്ങളുടെയും ഒരു ബാക്ക് ബോൺ ആയിട്ടാണ് എന്ത് വരുന്നത്, യെസ് ഫ്രീഡം പേഴ്സണൽ ലിബർട്ടിയൊക്കെ വരുന്നത് എന്താ പറയുക എല്ലാ മൗലിക അവകാശങ്ങളുടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്തൊക്കെ കൈൻഡ് ഓഫ് ഫ്രീഡം ആണ് നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് വരുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതായത് പല രാജ്യങ്ങളിലും ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഓരോ എന്താ പറയുക പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഇന്ത്യയിൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
ഓക്കെ, നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്ന മോഡേൺ ടൈമിൽ കുറേയധികം ചേഞ്ചസും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിതൗട്ട് ആംസ്, നമുക്ക് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്താ പറയുക, ഈ പറയുന്ന മീറ്റിംഗ് കൂടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആയുധങ്ങളൊന്നും കൂടാതെ അസോസിയേഷൻസ് ഓർ യൂണിയൻസ് ഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതിന് ഇന്ത്യയിൽ എവിടെയും എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാം. ഇന്ത്യയിൽ എവിടെയും എന്ത് ചെയ്യാൻ പറ്റും, താമസിക്കാൻ പറ്റും, റിസൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഏത് പ്രൊഫഷൻ ആവട്ടെ അല്ലെങ്കിൽ ഏത് ഒക്യുപ്പേഷൻ ആവട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇതിലൂടെ എൻഷൂർ ചെയ്യപ്പെടുന്നുണ്ട്. എസ് റൈറ്റ് ടു ഫ്രീഡത്തിൽ എൻഷൂർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ, അവിടെ നമ്മൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്. പ്രീവിയസ് സൊസൈറ്റിയിൽ ബേസ്ഡ് ഓൺ കാസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേയധികം ക്രൈറ്റീരിയയുടെ ബേസ്ഡിലായിരുന്നു എന്തുണ്ടായിരുന്നു ഒക്യുപ്പേഷനും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യാണ്, ചേഞ്ച് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തിൽ വരുന്നത്, യെസ് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നത്. ദെൻ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോഴാ നമുക്കിവിടെ കാണാൻ വരുന്നത് ഇൻ ഇന്ത്യ ദർ പ്രൊവൈഡ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ലൈക്ക് സ്ലേവറി, beggar or bonded labor and child labor. The constitution sees a person exploiting another person as a crime offense. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ സ്ലേവറി ഇപ്പം മോഡേൺ ടൈമിലേക്ക് മാറുന്ന സമയത്ത് ഹ്യൂമൻ എന്താ പറയുക ട്രാഫിക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു. ദെൻ ബെഗാർ സിസ്റ്റം ഓർ ബോണ്ടഡ് ലേബർ, ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ വോളണ്ടിയർലി മാത്രം പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് എന്താ പറയുക നമ്മൾ പേരിന് മാത്രമൊക്കെ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടുള്ള ജോലി ചെയ്യിപ്പിക്കൽ അല്ലെങ്കിൽ ചൈൽഡ് ലേബർ, ഇതൊക്കെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷനാണ്. ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്യുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പോൾ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 23 നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ബോണ്ടഡ് ലേബേഴ്സ് ലൈക്ക് ബെഗാർ, മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ എന്താ പറയുക ബോണ്ടഡ് ലേബേഴ്സ്. ബെഗാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ലൈക്ക് ഇതുപോലെ തന്നെ എന്താണ് ലൈക്ക് എ സ്ലേവറിയുടെ മറ്റൊരു മെത്തേഡായിരുന്നു. അതായത് വർക്ക് ചെയ്യിപ്പിക്കുക, ഓണേഴ്സിനുണ്ടല്ലോ വർക്ക് ചെയ്യിപ്പിക്കുക, വളരെ പേരിന് മാത്രം എന്ത് ചെയ്യുക പേയ്മെൻറ്റ് കൊടുക്കുന്നൊക്കെ രീതി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, പ്രൊഹിബിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വന്നിട്ടുള്ളത്. അതുകൂടാതെ ആർട്ടിക്കിൾ 24 നമ്മൾ നോക്കുകയാണെങ്കിലോ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ പറയുന്ന ഹസാർഡ്സ് ആയിട്ടുള്ള പ്ലേസസിലേക്ക് ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഫാക്ടറീസിലോ മൈൻ ഏരിയാസിലേക്കൊക്കെ അപകടകരമായ സാഹചര്യത്തിൽ ഈ പറയുന്ന 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആവേണ്ട കുട്ടികളാണ്, അല്ലെ എഡ്യൂക്കേഷനാണ് അവിടെ അവർക്ക് പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന റൈറ്റ്സ് അവിടെ ഡിനൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് എന്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഭാഗമാണ്. അത് ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷനാണ് ഈ പറഞ്ഞ ചിൽഡ്രൻസിന് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പകരം ഹസാർഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഫാക്ടറികളിലോ മൈൻ ഏരിയാസിലൊക്കെ അവരെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ 24 നമുക്ക് കാണാൻ വരുന്നത് പ്രൊഹിബിറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസ് ബിലോ ഏജ് ഓഫ് 14 ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ. നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ ഇസ് എ സെക്യുലർ സ്റ്റേറ്റ്, അല്ലെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാഷ്ട്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു പെർട്ടിക്കുലർ റിലീജിയനും ഇന്ത്യ എന്ത് ചെയ്തില്ല, ഒഫീഷ്യൽ റിലീജിയനായിട്ട് എന്ത് ചെയ്തിട്ടില്ല, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഒരു റിലീജിയനും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, താഴ്ത്തി കാണിക്കുന്നില്ല. എല്ലാ റിലീജിയനും നമ്മൾ ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നത് it ensures the freedom of faith and permit all citizens. It allows the persons to profess and propagate any religion. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാ ആളുകൾക്കും their own religion എന്ത് ചെയ്യാൻ പറ്റും, വിശ്വസിക്കാം. അതിനുള്ള എല്ലാ പെർമിഷനും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള മതകാര്യങ്ങളിലും മുമ്പോട്ട് പോകാം. എന്താ പറയുക ആചാരങ്ങളാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. The constitution envisages secular democratic republic, so it's ensure the enjoyment of the rights to ഫ്രീഡം ഓഫ് റിലീജിയൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഒബ്വിയസ്ലി ഒരു സെക്യുലർ സ്റ്റേറ്റിൽ എല്ലാ റിലീജിയനും എന്ത് ചെയ്യും, ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യുക. ഒരു റിലീജിയനും ഒരു എന്താ പറയുക അപ്പർ ഹാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ദെൻ ആർട്ടിക്കിൾ 25 to 28 ഈ പറയുന്ന റൈറ്റ് ടു ഫ്രീഡം എന്ത് ചെയ്യുന്നത്, എൻഷുർ ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാടാ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. ആർട്ടിക്കിൾ 29 and 30 ഈ പറഞ്ഞ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
അവിടെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് ദ റേഷ്യൽ റിലീജിയസ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് എക്സിസ്റ്റ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി. നമുക്ക് കാണാൻ വരുന്നത് ഇന്ത്യൻ സൊസൈറ്റിയിൽ മൈനോറിറ്റീസ് ഉണ്ട്, മെജോറിറ്റീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ലാംഗ്വേജ് സ്പീക്കേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് റിലീജിയൻ ഫോളോവേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് റേഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഇന്ത്യ ഇസ് ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സൊസൈറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വേരിയസ് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾസ് ഉള്ള ഡൈവേഴ്സിറ്റിയുടെ ഒരു ലാൻഡാണ്. ഡൈവേഴ്സിറ്റി അതിപ്പോൾ ഫിസിയോഗ്രഫിക് യൂണിറ്റ് നോക്കുകയാണെങ്കിലും ആസ് വെൽ ആസ് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക പോപ്പുലേഷൻ നോക്കുകയാണെങ്കിലും ഒക്കെ എല്ലാവരും എന്താണ് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഫോളോ ചെയ്യുന്ന, കൾച്ചർ ഫോളോ ചെയ്യുന്ന, റിലീജിയൻ ആയിട്ടുള്ള അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക കുറേ അധികം ഡിഫറൻസസ് ഉള്ള അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റീസ് ഉള്ള ഒരു ലാൻഡാണ് നമ്മുടേത്. അപ്പോൾ അവിടെ മൈനോറിറ്റീസിന് ഇപ്പോൾ ഈവൺ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ന്യൂമറിക്കലി വളരെ സ്മോൾ ഗ്രൂപ്പ് ആണെങ്കിൽ കൂടി അവരുടെ ലാംഗ്വേജ് ആവട്ടെ, അവരുടെ സ്ക്രിപ്റ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ ആവട്ടെ, അതൊക്കെ പ്രിസർവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്ക് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ മെജോറിറ്റി ഡോമിനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ദർ ഓൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എന്തുണ്ട് റൈറ്റ് ഉണ്ട്. നമുക്ക് നോക്കടാം. റൈറ്റ് ടു മൈനോറിറ്റീസ് ടു കൺസർവ് ദർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ, ആർട്ടിക്കിൾ 29. ദെൻ ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ മൈനോറിറ്റീസിന് എന്താ പറയുക, അത് ലിംഗ്വിസ്റ്റിക് ആവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ക്രിപ്റ്റ് ഏത് കൈൻഡ് ഓഫ് മൈനോറിറ്റീസ് ആവട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അവരുടെ ലാംഗ്വേജ് ആവട്ടെ അല്ലെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ ആവട്ടെ അത് എന്താ പറയുക പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ എന്ത് അവർക്ക് അവകാശമുണ്ട്. അതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. Then the last one, right to constitutional remedies, the heart and soul of the Indian Constitution എന്ന് നമ്മുടെ ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞ ഭരണഘടനയുടെ അവസാനത്തെ മൗലിക അവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ പറഞ്ഞ എല്ലാ മൗലിക അവകാശങ്ങളെയും ഒരു തരത്തിൽ സംരക്ഷിക്കുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. കാരണം എന്താ വെച്ചാൽ എന്താണ് നമ്മൾ പറയുന്നുണ്ട് ഭരണഘടനയിൽ തന്നെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു അവകാശം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. Dr. Ambedkar considered this right as a heart and soul of the Indian Constitution. The right to constitutional remedies ensures that the enjoyment of fundamental rights by all individuals. ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ ആളുകളുടെയും മൗലികാവകാശങ്ങൾ കൃത്യമായിട്ടും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആറാമത്തെ മൗലികാവകാശത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് കാണാൻ പറ്റും. If any of the fundamental rights is violated, the citizen can approach the High Court or Supreme Court to get it. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 32 ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സുപ്രീം കോർട്ടും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടിനോ നമ്മുടെ മൗലികാവകാശം നമുക്ക് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത് കാണുന്നതാ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു പേഴ്സൺസിന് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ എന്താ പറയുക ഹൈക്കോർട്ടിനെയോ സുപ്രീം കോർട്ടിനെയോ അപ്രോച്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതായത് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിലെ ആറാമത്തെ അവകാശത്തിൽ ഇത് കൃത്യമായിട്ടും ഉറപ്പ് നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആർട്ടിക്കിൾ 32. Then the Supreme Court and High Court can issue orders and given directions to the government to enforcement of these rights. അപ്പോൾ ആ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ തിരിച്ചുപിടിക്കാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടും ഗവൺമെൻറ്റുകളോട് നിർദ്ദേശിക്കാൻ ഇതിലൂടെ ആർക്ക് പറ്റും, സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന 6 മൗലിക അവകാശങ്ങൾ വൺസ് അഗെയിൻ ഞാൻ എന്ത് ചെയ്യണം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോവാണ്. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, അതിൽ ഹെഡ് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. നമുക്ക് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറില്ല അല്ലെങ്കിൽ വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഹായ് മക്കളെ, യെസ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും, ഓക്കെ ആയിട്ടുണ്ടാവും, റെഡി ആയിട്ടുണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് റിട്ടുകളിലേക്ക് നമുക്കൊന്ന് പോവാം. റിട്ടുകൾ. The Supreme Court under Article 32 and the High Court under Article 226 can issue writs for the enforcement of fundamental rights. High Courts can also issue writs for the enforcement of ordinary legal rights. ഇവിടെ നമ്മൾ പറയുന്നത് സുപ്രീം കോർട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈക്കോർട്ടോ പുറപ്പെടുവിക്കുന്ന പ്രത്യേകതരം ഉത്തരവുകളെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെടുന്ന അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലൊക്കെ സുപ്രീം കോർട്ടോ ഹൈക്കോർട്ടോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിട്ടുകൾ ഓരോ കോർട്ടും ഏത് പ്രകാരമാണ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏത് പ്രകാരമാണ്,
ആർട്ടിക്കിൾ ഏത് പ്രകാരമാണ് വരുന്നത്? യെസ്, ആർട്ടിക്കിൾ 32 പ്രകാരം ഈ പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോർട്ടിനും ആർട്ടിക്കിൾ 226 പ്രകാരം ഏതാണ് ഹൈക്കോടതിയും എന്ത് ചെയ്യാൻ പറ്റും? റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റിട്ടിലൂടെയാണ് കോടതി എന്ത് ചെയ്യുന്നതാ? യെസ്, കോടതി എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നതിലൂടെയാണ് കോടതി നമ്മൾ ഈ പറയുന്ന രീതിയിൽ കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിലൂടെയാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? അത് എൻഫോഴ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏത് അവകാശങ്ങളാണ് നിഷേധിക്കപ്പെട്ടത് അത് വീണ്ടും എന്ത് ചെയ്യുന്നത്? എൻഫോഴ്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഓരോ റിട്ടുകളും ജസ്റ്റ് നോക്കാം. ഹേബിയസ് കോർപ്പസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. This writ orders that the arrested person should be presented before the court. Then it can also order the set free and arrested person if the arrest is unlawful. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ കൃത്യമായിട്ടും വിതിൻ ടൈംസ് എന്ത് ചെയ്യാൻ പറ്റണം? കൃത്യമായിട്ടും കോർട്ടിന് മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റണം? പ്രസൻറ്റ് ചെയ്യണം. അതുകൂടാതെ അൺലോഫുൾ ആണ് അറസ്റ്റ് ചെയ്തെങ്കിൽ അവരെ റിലീസ് ചെയ്യാനും കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് മാൻഡമസ് ആണ്. ദിസ് writ orders the public officials who fail to perform his duty to resume his works. അപ്പോൾ ഈ പറഞ്ഞ പബ്ലിക് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവരുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല, അതിൽ നിന്ന് അവർ വീഴ്ചപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അവരെ ഓർഡർ ചെയ്യുന്നതാണ് ഈ പറയുന്ന മാൻഡമസ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ prohibition ആണ്. This writ issued when lower court has considered as a case ഒരു മിനിറ്റ് ഓക്കെ, കേസ് ഗോയിങ് ബിയോണ്ട് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഈ പറയുന്ന ലോവർ കോർട്ട് അതിൻ്റെ അധികാരപരിധി ലംഘിച്ചുകൊണ്ട് എന്താണ് അധികാരപരിധികൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കാൻ വേണ്ടിയാണ് പ്രൊഹിബിഷൻ വരുന്നത്. ദെൻ കോവാറൻഡോ ദിസ് റിട്സ് പ്രിവെന്റ് ദ ഇല്ലീഗൽ അൺസറപ്ഷൻസ് ഓഫ് പബ്ലിക് ഓഫീസ് ബൈ എ പേഴ്സൺ. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നിയമവിരുദ്ധമായിട്ട് ഈ പബ്ലിക് ഓഫീസസൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കോവാറൻഡോ വരുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് സെർച്ച്യോററി. ദിസ് റിട്ട് ഓർഡേഴ്സ് എ lower court or another authority to transfer a matter pending before it to a high court or higher authority. അപ്പോൾ ലോവർ കോർട്ടിലൊക്കെ പെൻഡിങ്ങിലായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ എന്താണ് കേസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും അത് ഹൈക്കോർട്ടിലേക്ക് എന്ത് ചെയ്യാണ്? കൃത്യമായിട്ടും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് ഈ സെർച്ച്യോററി എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് 5 റിട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള 5 റിട്ടുകൾ എന്ന് പറയുന്നത്. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനാണ് നമുക്ക് നോക്കാനുള്ളത്. NHRC, National Human Rights Commission set up in 1993. It consists of 5 members: the former Chief Justice of Supreme Court, the former Judge of Supreme Court, the former Chief Justice of High Court, and 2 members who have knowledge and practical experiences in matters in related to human rights. And the functions are നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ഫസ്റ്റ് സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ പറയുന്നത്? 1993 ആണ് ഈ പറയുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത്? സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ 5 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഫോമർ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും സുപ്രീം കോർട്ടിൽ, അതുപോലെ തന്നെ ഫോമർ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലെ മുൻ വിരമിച്ച ജഡ്ജും അതുപോലെ തന്നെ ജസ്റ്റിസും ഉണ്ടാവും. അതുകൂടാതെ ഹൈക്കോർട്ടിലെയും എന്തുണ്ടാവും? ഫോമർ ചീഫ് ജസ്റ്റിസ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 മെമ്പേഴ്സ് ഉണ്ടാവും. ഇത്രയുമാണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ എന്ത് ചെയ്യുക സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഒരു മിനിറ്റാ, യെസ്, പെണ്ണൊന്ന് ചാടിപ്പോയി. അപ്പോൾ ഫങ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ മേക്ക് അവയർനെസ് അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. എന്താ പറയുക, ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു അവബോധവും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടക്ട് സ്റ്റഡി അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള പഠനം നടത്തുക. ദെൻ ഇൻവെസ്റ്റിഗേറ്റ് അബൌട്ട് ദ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. എവിടെയെങ്കിലൊക്കെ പറയുന്ന മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള എവിടെയാണോ ലംഘിക്കപ്പെടുന്നത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുക. അത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗുഡറാമോ ബേ എന്ന് പറയുന്ന ക്യൂബയിലുള്ള പ്രിസണിൽ ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഓൾമോസ്റ്റ് 600 പീപ്പിൾസിനായിരുന്നു അവിടെ പ്രിസൺ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ പ്രിസണേഴ്സിന് കിട്ടേണ്ട ബേസിക് റൈറ്റ്സ് അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരെ കോർട്ടിന് മുമ്പിൽ ട്രയൽ കോർട്ടിലൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് കിട്ടേണ്ട അവരുടെ എന്താ പറയുക ഇല്ലീഗലായിട്ടുള്ള അറസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആംനസ്റ്റി ഇൻ്റർനാഷണലൊക്കെ എന്ത് ചെയ്തിരുന്നു, ഈ രീതിയിൽ ഇൻ്റർനാഷണൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിരുന്നു, കേസും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ദെൻ റിസീവ് പെറ്റീഷൻ ഫ്രം ദ വിക്ടിംസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. ആരെങ്കിലൊക്കെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അവരുടെ പെറ്റീഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വാങ്ങുക. അതുകൂടാതെ വിസിറ്റ് ഡിഫറെൻറ്റ് പ്ലേസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആൻഡ് മേക്ക് റിപ്പോർട്ട്. എവിടേക്കാണോ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ നടക്കുന്നത് അവിടേക്ക് എന്ത് ചെയ്യുക, അവിടേക്ക് യാത്ര ചെയ്യുകയും അവിടെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ടു എൻകറേജ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ NGO ടു ഇൻവോൾവ് ദ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ്. അതുകൂടാതെ NGOസിനെ കൂടി എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ NHRCയുടെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷനാണ്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, മക്കളെ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പോൾ നമ്മുടെ നേഷനിലും ഈ പറയുന്ന മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും, ഇല്ലീഗലായിട്ടുള്ള അറസ്റ്റ് ഉണ്ടാവും. നമുക്കതൊരു പടത്തിലൊക്കെ ഉണ്ടായിരുന്നു, അടുത്തൊരു രജനികാന്തിൻ്റെ ഒക്കെ ഒരു പടം, അടുത്തല്ല ഒരു വർഷമൊക്കെ ആയി, അതിലൊക്കെ ഒരു അമിതാഭ് ബച്ചൻ്റെ ഒക്കെ റോള് ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ് കമ്മീഷനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. Soren Singh Committee recommended the fundamental duties. It included in the Indian Constitution through 42nd Amendment in 1976. The part നമ്മൾ എന്താ പറയുക A നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് ഈ പറയുന്ന എന്താ പറയുക പാർട്ട് 4A നമുക്ക് കാണാൻ പറ്റുന്നത്. ആർട്ടിക്കിൾ 51A ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഈ പറയുന്ന എന്തൊക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ there are 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. There are 11 duties should be followed by Indian citizens. എന്തൊക്കെയാടാ? ടു ഒബേ ആൻഡ് റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇത് നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ ആവട്ടെ നാഷണൽ ആന്തത്തെ ആവട്ടെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, ഒബേ ചെയ്യുക, ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. Then to cherish and follow the noble idea of our freedom struggle. ഫ്രീഡം സ്ട്രഗിൾ എന്താ പറയുക, അതിലെ എന്താ പറയുക ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിൽ മുമ്പോട്ട് വെച്ചുള്ള ഐഡിയാസ് ആവട്ടെ അല്ലെങ്കിൽ ലീഡേഴ്സ് ആവട്ടെ അവരൊക്കെ എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സോവണിറ്റിയെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ ഇന്ത്യക്കുള്ള പരമാധികാരം ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള പരമാധികാരത്തെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ ഡിഫെൻഡ് ദ നാഷൻ. രാഷ്ട്രത്തെ നമ്മൾ ഈ പറയുന്ന രീതി എന്താണ്, ആക്രമണങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ ആക്രമണങ്ങൾ മാത്രമല്ല വാദപ്രതിവാദങ്ങളിലൊക്കെ നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ദെൻ പ്രൊട്ടക്ട് പബ്ലിക് പ്രോപ്പർട്ടി. നമ്മളെല്ലാവരും ഡിസ്ട്രോയ് ചെയ്യുന്നൊരു കാര്യമാണ്, പക്ഷെ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടീസിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് നമ്മുടേത് കൂടിയാണ്, നമ്മുടെ ഓൺ ആണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക. അപ്പോൾ നമ്മളതിനെ മാക്സിമം എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. എല്ലാ കൈൻഡ് ഓഫ് പബ്ലിക് പ്രോപ്പർട്ടീസും നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെയോ ടു പ്രൊട്ടക്ട് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സസിന് മാക്സിമം എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. എവിടെയൊക്കെ നമ്മൾ ആക്ടിവിറ്റീസ് എൻ്റർലി റോങ് ആണ് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനൊക്കെ മാക്സിമം ഡിസ്ട്രോയ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാറ്, പക്ഷേ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ ടു പ്രൊമോട്ട് ദ കോമൺ ബ്രദർഹുഡ് എമംഗ് പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ ഒരു കോമൺ ബ്രദർഹുഡ് ക്രിയേറ്റ് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഒരു യൂണിറ്റി ഉണ്ടാവുന്നുള്ളൂ. യൂണിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടെ എന്തുണ്ടാവുന്നുള്ളൂ, നാഷണൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് പ്രോഗ്രസിനെ കുറിച്ചും ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. Then to provide the rich heritage of India. ഇന്ത്യയിലെ ഈ പറഞ്ഞ റിച്ച് ആയിട്ടുള്ള ഹെറിറ്റേജിനെ മാക്സിമം എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, അതുകൂടാതെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ടു ഡെവലപ്പ് സയൻറ്റിഫിക് അവയർനെസ് ആൻഡ് ഹ്യൂമനിസം എമംഗ് ദ പീപ്പിൾസ്. ജനങ്ങൾക്കിടയിൽ ഒരു ശാസ്ത്രാവബോധവും അതുകൂടാതെ എന്താ പറയുക ഒരു ഹ്യൂമനിസവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. പിന്നെയോ ഡെവലപ്പ് ചെയ്യുക. ദെൻ ടു സ്ട്രൈവ് ദ ഓൾ എക്സലൻറ്റ് ഇൻ ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് കളക്റ്റീവ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷൻ. അതുകൂടാതെ മാക്സിമം നമ്മുടെ എല്ലാ ആളുകളുടെയും എഫേർട്ട് എന്തിനു വേണ്ടി എടുക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ മാക്സിമം ഉള്ള എന്ത് ചെയ്യണം, എഫേർട്സ് ആണെങ്കിലും നമ്മുടെ എന്താ പറയുക ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുക. ദെൻ പാരൻസ് ഷുഡ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ ദെയർ ചിൽഡ്രൻ ബിലോങ് ദ ഏജ് ബിറ്റ്വീൻ 6 to 14. അതുകൂടാതെ രക്ഷിതാക്കളുടെ ഒരു ഉത്തരവാദിത്തമാണ് കുട്ടികൾക്ക് എന്ത് ഉറപ്പുവരുത്തുക എന്നുള്ളത്, വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളത്. എസ്പെഷ്യലി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തുറപ്പ് വരുത്തുക, വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് ഓരോ പാരൻസിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയുമാണ് നമ്മുടെ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ആ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ ഗവൺമെൻറ് നമുക്ക് നൽകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം, ഗവൺമെൻറ് അല്ല നമ്മുടെ രാഷ്ട്രം നമുക്ക് നൽകുന്നതാണെങ്കിൽ നമ്മൾ രാഷ്ട്രത്തോട് തിരിച്ച് ചെയ്യുന്നതാണ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ആരും ഇതിലൊന്നും നമ്മളെ ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നതല്ല. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ നാച്ചുറലി നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടീസാണ്, നമുക്ക് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നതാ
ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നമുക്ക് നോക്കാനുള്ള നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, പാർട്ട് 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്നത്. ആർട്ടിക്കിൾ എന്താ പറയുക 36 to 51 ആണ് ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇതിൻ്റെ എയിം എന്ന് ചോദിക്കുകയാണെങ്കിൽ വെൽഫെയർ ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിന് എന്ത് ചെയ്യണം, ക്ഷേമത്തിനും ടു എൻഷുർ സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണം, സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ലിബറൽ പ്രിൻസിപ്പിൾസ് എന്നിങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനുള്ളത്. ഇത് കൃത്യമായിട്ട് മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അനഘ മിസ് ഓടി എത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത കുറച്ച് ചാപ്റ്റേഴ്സ് അനഘ മിസ് എടുക്കും അല്ലേ? യെസ്, അപ്പോൾ അടുത്ത കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അനഘ മിസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കേട്ടോ, റൈറ്റ്സ് റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. യെസ്, ഇവർ വേണമല്ലേ നോക്കട്ടെ. യെസ്, ഇപ്പം സെറ്റാക്കടാ. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരും. വന്നിട്ടില്ല. 5 ചാപ്റ്റേഴ്സ് അല്ല നമ്മൾ സെറ്റ് ആക്കുന്നത്. ഇപ്പൊ ഒന്ന് കഴിഞ്ഞു. ഇത് അതിലേക്ക് തന്നെ എടുക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക്. എടുക്കുമ്പോൾ നോക്കിയാൽ ഇപ്പൊ അതിന്റെ മുമ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്കിതാ ഇലക്ഷന്റെ സമയമാണ്. ഇലക്ഷനായിട്ട് നമ്മളെല്ലാവരും തിരക്കിലും കാര്യങ്ങളാണ്. വീട്ടില് അച്ഛനും അമ്മയും ഇലക്ഷനൊക്കെ ആയിട്ട് ഭയങ്കര ഈശ്വരിമൂട്ട് നോക്കണേ കുറയ്ക്ക്. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും എല്ലാവരും ഈ വോട്ടിനും കാര്യങ്ങളൊക്കെ ഹറിബറി ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ആ ഇലക്ഷൻ റിലേറ്റ് ചെയ്തുള്ള നമ്മുടെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ആണ് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ആളുകൾ നമ്മളെ വീട്ടിൽ വന്ന് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തരുന്ന ഒരു സമയമാണ്. വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കുന്നുണ്ട്, പാലിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടറിയണം അല്ലേ. ഓക്കെ, അപ്പോൾ എപ്പോഴും വോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആയാലും ശ്രദ്ധിക്കാം. ഒന്ന് റിമോട്ട് ആക്കണേ. വോട്ട് ചെയ്യുന്ന സമയത്തായാലും ഒക്കെ ശ്രദ്ധിക്കുക. അച്ഛനോടും അമ്മനോടും പറയുക, വികസനം ചെയ്യുന്ന ആളുകൾക്ക് മാത്രം അവരെങ്ങനെയാണോ ഇതുവരെ പ്രവർത്തിച്ചത് അതിനനുസൃതമായിട്ട് മാത്രം എന്ത് ചെയ്യുക, വോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. എന്ത് മക്കളെ, ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷനിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിച്ച് മക്കളെ കേൾക്കുക. ഓക്കെ, യെസ്, അപ്പം ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് കറക്റ്റ് ടൈമാണല്ലേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് പഠിച്ചിട്ട് പാരൻസിന് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നില്ലേ? ഒന്ന് കമന്റ് ചെയ്തേ ഗൈസ്, ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഇലക്ഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മളതൊരു പാർലമെന്ററി ഗവൺമെന്റ് ആണ്, പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്. ഭരണഘടനാപരമായ ഒരു രാജ്യമാണ്, ഭരണഘടന ജനാധിപത്യ രാജ്യമാണ് നമ്മളെ രാജ്യം എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു സിസ്റ്റത്തിന്റെ ഹൃദയമായിട്ട് എന്താണ് കൺസിഡർ ചെയ്യുന്ന ആരെയാണ്, ഇലക്ഷൻ ആണ്. ആ ഇലക്ഷൻ എങ്ങനെയായിരിക്കണം, റെഗുലർ ആയിരിക്കണം, ഫ്രീ ആയിരിക്കണം, ഫെയർ ആയിട്ട് എന്ത് ചെയ്യണം, ഇലക്ഷൻ നടക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് കോമ്പോസിഷൻ, ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വരണം, അവർ എത്ര പേരുണ്ടായിരിക്കണം, പാർലമെന്റിലെ മെമ്പേഴ്സ് ആരാണ്, സംസ്ഥാനത്തിലെ ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സ് ആരാണ്, അസംബ്ലിയിലെ മെമ്പർ ആരാണ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവരെ എല്ലാവരെയും ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്, നമ്മളെ ഇലക്ഷനാണ്. ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മൊബിലൈസേഷൻ ആണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് പാട്ടുകളൊക്കെ നമ്മളെ ഏതൊക്കെ ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ എന്തൊക്കെ എടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൽമടക്കണം, അങ്ങനെ കുറെ പാട്ടോ കാര്യങ്ങളൊക്കെ അല്ലേ. യെസ്, വേണ്ടിടത്ത് വേണ്ട പോലെ വാൽമടക്കാണോ അല്ലെങ്കിൽ വികസനം ചെയ്തിട്ടാണോ ഇവരൊക്കെ വോട്ട് ചോദിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കേ,
ഇലക്ഷനും തിരഞ്ഞെടുപ്പും ജനാധിപത്യത്തെയും കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഓരോ റെപ്രസെന്റേറ്റീവിനെ അവർ തിരഞ്ഞെടുക്കുന്നു. എന്തിനാണ്? നമ്മളെ തന്നെ ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുകയാണല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡേൺ ഡെമോക്രസിയെ നമുക്ക് എന്തുകൂടെ വിളിക്കാം? റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്നും കൂടെ വിളിക്കാം. എന്ത് വിളിക്കാം? റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്നും കൂടെ നമുക്ക് വിളിക്കാം. നമ്മളെ പോലെ ഒരു ലാർജ് ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഇലക്ഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നെസസറി ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. അതേപോലെ സാധനം എന്ന് പറയുന്നത് മീൻസ് വേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മോസ്റ്റ് വിസിബിൾ ആയിട്ട് നമുക്ക് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഇലക്ഷൻ നടക്കുന്ന എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെമോക്രസിയെ ക്ലാസിഫൈ ചെയ്ത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഗവൺമെന്റ് എല്ലാ ഫംഗ്ഷനിങ്ങിലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സ്വിറ്റ്സർലൻഡ് അങ്ങനെയാണ്, നമ്മളെ രാജ്യത്തെ ഗ്രാമസഭ അങ്ങനെയാണ്. പക്ഷെ ഇന്ത്യയിൽ ഡയറക്റ്റ് ഡെമോക്രസി നടക്കത്തില്ല. കാരണം അത്രത്തോളം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമല്ലേ. അതുകൊണ്ട് ഡയറക്റ്റ് ഡെമോക്രസി പോസിബിൾ ആവുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ഈ ഡയറക്റ്റ് ഡെമോക്രസിയിൽ എല്ലാം ലേറ്റ് ആവുകടാ. ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറഞ്ഞു പോളിങ്ങിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. അപ്പത്തേക്ക് എന്ത് ചെയ്യുക? ഒരു സമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആവും. ഓക്കെ, അത്രയും ലേറ്റ് ആയിട്ടും കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്? ഒരു കാര്യം നടന്ന് കഴിയാൻ വേണ്ടി അത്രയും ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പീപ്പിൾ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യാണ്? അവരെ റെപ്രസെന്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെ കേട്ടോ. അപ്പം എന്നിട്ട് ജനങ്ങൾ ഒരിക്കലും ഒരു പോളിസി ഉണ്ടാക്കുന്നതിലൊന്നും ഭാഗമാവില്ല. കാരണം ഓരോ പോളിസീസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അതൊക്കെ അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ മാത്രമേ ആ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ഇനി ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് രാജ്യം, ജനാധിപത്യ രാജ്യത്ത് മാത്രമല്ല ഇലക്ഷൻ നടക്കുന്നത്, അത് ജനാധിപത്യേതര രാജ്യത്തും ഇലക്ഷൻ നടക്കുന്നുണ്ട്. ജനാധിപത്യ രാജ്യത്ത് ഡെമോക്രാറ്റിക് കൺട്രിയിൽ എങ്ങനെയാണ് ഇലക്ഷൻ? ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയായ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ റൂൾസും റെഗുലേഷൻസും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നോൺ ഡെമോക്രാറ്റിക് കൺട്രിയിൽ എന്തായിരിക്കും? അങ്ങനെ ഒരാളൊന്നും ഉണ്ടാവില്ല. റൂൾസും റെഗുലേഷൻസും ഒക്കെ ഒന്നും നോക്കി നടത്തുന്ന ആളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകില്ല. അവിടുത്തെ ഭരണാധികാരി എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ച് നടക്കുന്ന രീതിയിലാണ് ഉണ്ടാവുന്നത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് ബേസിക് റൂൾസ് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് റൂൾസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇലക്ഷനിൽ വോട്ടേഴ്സിന്റെ എലിജിബിൾ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ എങ്ങനെയാണ് ഇലക്ഷനിൽ പങ്കെടുക്കുക, ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതേപോലെ തന്നെ റെപ്രസെന്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊരു റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ആണല്ലേ ഫോളോ ചെയ്യുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആളുകളെ ഇലക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് ഇലക്ഷനും രണ്ടാമത് ഇൻഡയറക്റ്റ് ഇലക്ഷനും. ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്ട്ലി റെപ്രസെന്റേറ്റീവിനെ തിരഞ്ഞെടുക്കും, MLAസിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ. ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നതോ നമ്മൾ ഡയറക്ട്ലി തിരഞ്ഞെടുത്ത മെമ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ഇലക്ഷനിലെ ആളുകളെ തിരഞ്ഞെടുക്കുക. അതായത് MLAs MPസിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ. ഓക്കെ, രാജ്യസഭ MPസിനെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഡിഫറെന്റ് ഇലക്ഷൻ മെത്തേഡ്. ഇന്ത്യയിലെ ഡിഫറെന്റ് ഇലക്ഷൻ മെത്തേഡ്സ് ആണ് മക്കളെ നമ്മൾ നോക്കുന്നത് കേട്ടോ. ഡിഫറെന്റ് ഇലക്ഷൻ മെത്തേഡ്സ് ആണ്. അതെന്തൊക്കെയാണ്? ശ്രദ്ധിച്ചേ. നമുക്ക് രണ്ട് രീതിയിലാണ് ഇലക്ഷൻസ് ഉള്ളത്. FPDP സിസ്റ്റവും PR സിസ്റ്റവും. FPDP സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം. PR സിസ്റ്റം എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷനും ആണ്. അതിൽ FPDP സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇന്ത്യയിൽ FPDP സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇത് സിമ്പിൾ സിസ്റ്റം, റിലേറ്റീവ് സിസ്റ്റം, മെജോറിറ്റി സിസ്റ്റം, പ്ലൂറാലിറ്റി സിസ്റ്റം, ഈ പേരുകളിലൊക്കെ FPDP സിസ്റ്റം അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് എന്ത് വന്നാലും അതേപോലെ എഴുതാൻ വേണ്ടി പറ്റണം. ഇനി എന്താണ് FPDP സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്? ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വോട്ടേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിയോജക മണ്ഡലങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും ഇലക്ഷൻസ് നടക്കുക. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു സിംഗിൾ മെമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഓരോ നിയോജക മണ്ഡലം കുഞ്ഞു കുഞ്ഞു ടെറിറ്റോറിയൽ ഏരിയസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. വോട്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിനായിരിക്കും. ഓക്കെ,
അതേപോലെ തന്നെ വിന്നിംഗ് കാൻഡിഡേറ്റിന് മെജോറിറ്റി വോട്ട് ലഭിക്കണമെന്നില്ല. UK-യിലും ഇന്ത്യയിലും എന്താണ് ഇത്തരത്തിലാണ് ഉള്ളത്. ഇനി ഇവിടെ നോക്കിയേ, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ അഥവാ PR സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മൈനോറിറ്റീന്റെ റെപ്രസെന്റേഷൻ എൻഷ്യൂർ ചെയ്യുന്നതാണ് ഈ ഒരു പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. എല്ലാ കമ്മ്യൂണിറ്റീസിനും അവരുടെ വോട്ടിംഗ് സ്ട്രെങ്തിന് ആനുപാതികമായ രീതിയിൽ സീറ്റ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു നിയോജക മണ്ഡലം ഫ്രം മൾട്ടി മെമ്പർ, ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ ഒന്നിലധികം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. വോട്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റിനാണ് FPDP സിസ്റ്റത്തിൽ. പക്ഷെ PR സിസ്റ്റത്തിൽ വോട്ട് ചെയ്യുന്നത് പാർട്ടിക്കായിരിക്കും. ഓരോ പാർട്ടിയും അവരുടെ വോട്ടിംഗ് സ്ട്രെങ്തിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് അവർക്ക് സീറ്റ് ലഭിക്കും. ഇലക്റ്റഡ് കാൻഡിഡേറ്റിന് മെജോറിറ്റി വോട്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇസ്രായേൽ, നെതർലൻഡ്, അർജന്റീന, പോർച്ചുഗലിലൊക്കെ ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് PR സിസ്റ്റം തന്നെ പല തരത്തിലുണ്ട്. ഒന്ന് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അഥവാ STV ഒരു ഹരേ സിസ്റ്റം എന്ന് പറയും. പരീക്ഷയ്ക്ക് ഹരേ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു ചോദിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കണം. ഇവിടെ പറയുന്നത് എല്ലാ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെയും റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടിട്ട് അവരുടെ റെപ്രസെന്റേഷൻ വോട്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് അനുവാദികമായ സീറ്റ് നൽകുന്നതാണ് ഹരേ സിസ്റ്റം ഓർ STV സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ എന്തുണ്ടാവുകയാണ്, ഒന്നിലധികം ആളുകൾ ഉണ്ടാകുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം ആളുകൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോട്ട സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർ ആ വോട്ടിന്റെ കൂടെ ആ മെമ്പേഴ്സിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. മാർക്കിംഗ് ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ എന്തായാലും വോട്ട് ചെയ്തു, ബാക്കിയുള്ളവർ നമ്മൾ ഇൻട്രസ്റ്റ് അനുസരിച്ച് റാങ്ക് ചെയ്യാം. എന്നിട്ട് ട്രാൻസ്ഫർ ഓഫ് വോട്ട്സിൽ എന്ത് ചെയ്യും, സീറ്റുകൾ അതായത് ഇനിയും ആളുകളോ ഇല്ലാത്ത അതായത് ആളുകൾ എലക്ട് ചെയ്യാത്ത ഏതെങ്കിലും സീറ്റ്സോ ബാക്കി ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഒന്ന് കിട്ടിയ ആളെ അവിടെ കൊണ്ടുവരിക. ആ ഒരു രീതിയിൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഈ 4 രീതിയും എന്താണ് ഹരേ സിസ്റ്റം അഥവാ STV സിസ്റ്റത്തിന്റെ ഫീച്ചറാണ്. ലിസ്റ്റ് സിസ്റ്റത്തിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ പാർട്ടിയും എന്ത് ചെയ്യും, അവരുടെ കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. കാൻഡിഡേറ്റിന് എന്തായിരിക്കും, നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് സീറ്റ്സ് ടു ബി ഫിൽഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യുവൻസീസ്. The voters vote not for candidate but for the list presented by each political party. വോട്ടേഴ്സ് വോട്ട് ചെയ്യുന്നത് ഒരു കാൻഡിഡേറ്റിനല്ല, ലിസ്റ്റ് പാർട്ടിയിൽ ലിസ്റ്റ് ചെയ്ത്, അതായത് ലിസ്റ്റ് പാർട്ടിയിൽ പൊളിറ്റിക്കൽ പാർട്ടി, അത് ലിസ്റ്റ് സിസ്റ്റത്തിൽ ലിസ്റ്റില് പൊളിറ്റിക്കൽ പാർട്ടി ലിസ്റ്റിൽ പ്രസന്റ് ചെയ്ത ഓരോ പൊളിറ്റിക്കൽ പാർട്ടി പ്രസന്റ് ചെയ്ത കാൻഡിഡേറ്റ്, അതായത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് തന്നെയാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഈ PR സിസ്റ്റമാണ് നമ്മൾ രാജ്യസഭ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. രാജ്യസഭാ ഇലക്ഷനിലെ PR സിസ്റ്റത്തിലെ STV സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഓരോ സ്റ്റേറ്റിനും എന്തുണ്ടായിരിക്കും, അവർക്ക് സീറ്റ് ഉണ്ടായിരിക്കും. അവിടുത്തെ ജനസംഖ്യ അനുസൃതമാക്കിയിട്ട് എന്ത് ചെയ്യാണ്, അവിടുത്തെ പോപ്പുലേഷൻ ബേസ് ചെയ്ത് സീറ്റുകളും കാര്യങ്ങളും എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, യെസ്, സീറ്റുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവ പോപ്പുലേഷൻ അനുസരിച്ചായിരിക്കും. രാജ്യസഭ MPs ആർ ഇലക്റ്റഡ് ബൈ ദ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നമ്മൾ പറഞ്ഞു വിടുന്ന മെമ്പേഴ്സ് ആയിരിക്കും രാജ്യസഭ MPsനെ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ ഓരോ കാൻഡിഡേറ്റും ഇലക്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, മിനിമം കോട്ട ഓഫ് വോട്ട് എന്തായിരിക്കണം, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. മിനിമം കോട്ട ഓഫ് വോട്ട്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അൽത്താഫേ പോരെ. അടുത്തത് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് FPDP സിസ്റ്റം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്, നമുക്ക് കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മിസ്സിന്റെ പേര് അനഘ എന്നാണ് കേട്ടോ. കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇന്ത്യനെ പോലെ വലിയൊരു ലാർജ് ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഏറ്റവും സ്യൂട്ട് ആവുന്ന എന്താണ്, ഈ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഓരോ വോട്ടേഴ്സിനും അവരുടെ ഫ്രീഡത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസിനും അവർക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണെ അവർ തിരഞ്ഞെടുക്കാൻ പറ്റും. അതേപോലെ ആ സൊസൈറ്റിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് നല്ല കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നാഷണൽ ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റെബിൾ ഗവൺമെൻറ്റിനെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ അഡോപ്റ്റഡ് FPDP സിസ്റ്റം ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞതും ഈ ഒരു ഇതിലുള്ളതുമാണ് എഴുതി വെക്കേണ്ടത്. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളാണ്. സ്റ്റെബിൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. ഇന്ത്യനെ പോലെ രാജ്യത്തിന് ബെസ്റ്റ് അതാണ്.
വോട്ടേഴ്സിന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആരാന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സെക്ഷൻ എഴുതേണ്ടത്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. 2 മിനിറ്റ് ആണ്. യെസ്, അടുത്ത നമുക്ക് റിസർവേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. രാവിലെയല്ല മോനെ ഉറക്കത്തു നിന്ന് നീച്ച് വരണ്ടേ, ഇപ്പം മഞ്ഞും മഴയൊക്കെ അല്ലേ. ആ ഉറക്കത്തു നിന്ന് അങ്ങോട്ട് നീച്ച് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ലേ. എന്തായാലും ശനിയാഴ്ച സ്കൂളൊന്നുമില്ല, അപ്പോൾ പിന്നെ അങ്ങോട്ട് ഉറങ്ങിക്കോട്ടെ വിചാരിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ നാളെയും രാവിലെ തന്നെയാണ് കേട്ടോ, നാളെ 7 മണിക്കാണ്. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ കുറച്ചുകൂടെ ആളുകൾ ഉറങ്ങുന്ന സമയമായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കാൻ താല്പര്യമുള്ളവർ എന്നല്ല ഞാൻ പറയാം, എക്സാമിന് നല്ല മാർക്ക് കിട്ടേണ്ട ആളുകളൊക്കെ എന്ത് ചെയ്യുക, വരിക. ഓക്കെ, യെസ്, റിസർവേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസിലേക്ക് നമ്മൾ പോവുകയാണ് മക്കളെ. ഇവിടെ റിസർവേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എല്ലാ കാൻഡിഡേറ്റ്സിനും വോട്ട് ഉണ്ടാവും. റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എല്ലാ കാൻഡിഡേറ്റ്സിനും വോട്ട് ഉണ്ടായിരിക്കും. പക്ഷേ ചില കാൻഡിഡേറ്റ്സിൽ എന്തായിരിക്കും, ഓരോ സീറ്റുകളിലേക്ക് അവരെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു കമ്മ്യൂണിറ്റീനെ, സോഷ്യൽ സെക്ഷനൊക്കെ. തുടക്കത്തിൽ SC/ST വിഭാഗത്തിന് 10 വർഷത്തോളം അവർക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസ്. ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ആ സീറ്റ് SC/ST വിഭാഗത്തിലെ ആളുകൾക്ക് ഇതാക്കുക. അപ്പോൾ ഒരു SC അല്ല, ഒന്നിൽ കൂടുതൽ SCകൾ മത്സരിക്കും, അവരിൽ നിന്ന് ഒരാളെടുക്കും. ആ ഒരു രീതിയാണ് ഉണ്ടാവുക. അല്ലാതെ ഒരൊറ്റ വ്യക്തിക്ക് എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 2020 വരെ ഈ റിസർവേഷൻ നീട്ടി, പിന്നെയും പാർലമെന്റ് ഇത് നീട്ടി കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ 84 സീറ്റ് SCക്കും 47 സീറ്റ് STക്കുമാണ് ഇപ്പം നമുക്ക് നിലവിൽ ലോക്സഭ റിസർവ് ചെയ്ത് വെച്ചത്. അതിൽ 12 സീറ്റ് കേരളത്തിലെ SCക്കും 2 സീറ്റ് STക്കുമാണ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേരളത്തിൽ. ആൻഡ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, ഓരോ നിയോജക മണ്ഡലങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ ആരാണ്, ഡെലിമിനേഷൻ കമ്മീഷനാണ്. ഡെലിമിനേഷൻ കമ്മീഷനാണ് ഓരോ ആളുകളെയൊക്കെ തീരുമാനിച്ച് നിയോജക മണ്ഡലങ്ങളൊക്കെ വേർതിരിച്ച് ഒരു നിയോജക മണ്ഡലം എത്ര വോട്ടേഴ്സ് വരണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, ഡെലിമിനേഷൻ കമ്മീഷനാണ്. ഓക്കെ, അടുത്തത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. തുടക്കത്തിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും ഇലക്ഷൻ നടത്തുക എന്നുള്ളത് ഇന്ത്യ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നതാണ്. അപ്പോൾ ഇലക്ടോറൽ പ്രോസസ്സ് എന്തായിരിക്കണം, ഫ്രീ ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു വിഭാഗത്തോട് പോലും പാർഷ്യാലിറ്റി കാണിച്ച് അല്ലെങ്കിൽ അവരെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യരുത്, മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആൻഡ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശം. നമുക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്, കുറച്ച് തുറക്കുന്നില്ല, വോട്ട് ചെയ്യുക എന്നുള്ളത് എന്താ, നമ്മളൊരു പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. ആൻഡ് അതേപോലെ തന്നെ ആ വോട്ട് എന്തായിരിക്കണം, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടുണ്ടോ, ഇല്ല. യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഈക്വലായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റണം, വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 326 റൈറ്റ് ടു വോട്ടിനെ കുറിച്ച് പറയുന്നത്. തുടക്കത്തിൽ മക്കളെ 21 വയസ്സായാൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആയിരുന്നു. പിന്നീട് അത് 18 ആയിട്ട് കുറയ്ക്കുകയാണ്. 1989 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് കുറച്ചു കൊണ്ടുവന്നത്. ആൻഡ് പക്ഷേ ഇന്ത്യയിലെ കുറച്ച് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ആർക്കാണ്, എൻ്റെ മക്കൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമല്ലോ, അതാണ് ഒരു സ്റ്റിപ്പുലേറ്റഡ് ഏജ് എത്താതെ വോട്ട് ചെയ്യാൻ പറ്റില്ല. മെന്റൽ ഇൽനെസ് ഉള്ള ആളുകൾക്ക് പറ്റത്തില്ല. അതേപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇന്ത്യയിലല്ലാതെ പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്കും വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഓക്കെ, ഇനി ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ മത്സരിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അവകാശമുണ്ട്. ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ മത്സരിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അവകാശമുണ്ടെന്നാണ് പറയുന്നത്. മത്സരിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അവകാശമുണ്ട്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത് ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷനാണ്. essay ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കുന്നത്. essay ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ഭാഗമാണ് ഇത്, ശ്രദ്ധിക്കണേ. ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അതേപോലെ തന്നെ
അവർ നമ്മൾ തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതൊന്നല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കൊണ്ടുവരുന്നതല്ല, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡിയാണ്, ഓട്ടോണമസ് ബോഡിയാണ്. ഇലക്ഷൻ നടത്തുക, അത് ഡയറക്റ്റ് ചെയ്യുക, ഇലക്ടോറൽ റൂൾ തയ്യാറാക്കുക, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ ചുമതലകൾ എന്ന് പറയുന്നത്. അതേപോലെ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമായിരിക്കും ഉണ്ടാവുക. ഇവരെ അപ്പോയിന്റ് ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. 6 വർഷമാണ് ഇവരെ കാലാവധി. ഒന്നെങ്കിൽ 65 വയസ്സാവുമ്പോൾ ഒന്നെങ്കിൽ 65 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ 6 വർഷം, ഏതാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ച് അവർ പോകണം. ഇവർക്ക് എന്തൊക്കെ പവറും ഫംഗ്ഷനും ആണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും ഇലക്ഷൻ നടത്തുക, ഇലക്ടോറൽ റോൾ തയ്യാറാക്കുക, രാജ്യസഭ അതേപോലെ ലോകസഭ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവിടങ്ങളിലേക്കൊക്കെ ഇലക്ഷൻ നടത്തുക. പൊളിറ്റിക്കൽ പാർട്ടിക്ക് അംഗീകാരം കൊടുത്തിട്ട് ഇലക്ഷൻ സിമ്പിൾസ് അലോട്ട് ചെയ്യുക, ഇലക്ഷന്റെ സമയത്ത് പെരുമാറേണ്ട മോഡൽ കോഡ് ഓഫ് കണ്ടന്റ് അടിച്ചിറക്കുക, ഇലക്ഷൻ സംബന്ധിച്ച തർക്കങ്ങൾ എന്ത് ചെയ്യുക, ഒത്തുതീർപ്പാക്കുക, ഇലക്ഷൻ എക്സ്പെൻസസ് ലിമിറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡേറ്റ്സ് ഒക്കെ നോട്ടിഫിക്കേഷൻ കൊടുക്കുക, ഇലക്ഷൻ നടത്താൻ വേണ്ടി പോളിംഗ് ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, ഏതെങ്കിലും വ്യക്തി ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അഡ്വൈസസ് നൽകുക, വോട്ട് അനൗൺസ് ചെയ്യുക, ബാലറ്റ് മെഷീൻ കസ്റ്റഡിയിൽ വെക്കുക. ഇതൊക്കെ ആരുടെ ചുമതലയാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ഇതൊക്കെ ആരുടെ ചുമതലയാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്തൊക്കെ പരിഷ്കാരങ്ങൾ, റിഫോംസ് ഇലക്ഷൻ കമ്മീഷനിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഒന്ന്, പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ, PR സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സ്ത്രീകളുടെ റിസർവേഷൻ ഉറപ്പുവരുത്തുക, പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടണം, മണി പവർ എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കണം, ക്രിമിനൽസിനെ ഒരിക്കലും ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് ഇലക്ഷൻ നടത്താൻ പാടില്ല. ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിന് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇലക്ഷൻ എക്സ്പെൻസസ് എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ ഫണ്ട് ആവണം എന്ത് ചെയ്യേണ്ടത്, ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും വോട്ട് ചെയ്തിരിക്കണം. പ്രസിഡന്റിന്റെ റൂൾ ആയിരിക്കണം ഇലക്ഷന്റെ സമയത്ത്. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നിലധികം വ്യക്തികൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ത് ചെയ്യണം, നിലവിൽ വരണം. പിന്നെ എന്താ പറയുന്നത്, ഇലക്ടോറൽ റോളും ബയോമെട്രിക്, അതായത് വോട്ടേഴ്സിന്റെ ബയോമെട്രിക് ഡീറ്റെയിൽസുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യണം, ഇലക്ഷൻ റിഫോംസ് ആയിട്ട് വരണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ വേഗം പറഞ്ഞേ. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഇനി എടുക്കാനുണ്ട്. ഓക്കെ, റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു, ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവ് സാറാണ് എടുക്കുന്നത്. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ ആ ഒരു ചാപ്റ്ററും അതേപോലെ തന്നെ ലെജിസ്ലേച്ചറും ഉണ്ട്. ഒരു മിനിറ്റ് മക്കളെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ മക്കളെ. പറഞ്ഞേടാ. പറഞ്ഞേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. മിനിറ്റ് മക്കളെ. ഒന്ന് സ്ലൈഡ് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, ഇതിനിടയ്ക്ക് എന്താ കയറി വന്നത്?
ഓക്കെ, അപ്പൊ നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ ഓൾറെഡി ABD സാർ എടുത്താണ്, റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താണ്. ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ആണ് മിസ് ദാ എന്ത് ചെയ്യുന്നത് നേരത്തെ പഠിപ്പിച്ചു തന്നത്. അപ്പൊ ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടി, ഇതല്ലാതെ 2 ചാപ്റ്ററും കൂടി നോക്കാനുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ബേസിക് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ലോയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. രാജ്യത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്കത് എഴുതപ്പെട്ട രീതിയിലോ റിട്ടേൺ ആയിട്ടുള്ളതോ അൺറിട്ടേൺ ആയിട്ടുള്ള രീതിയിലൊക്കെ പല രാജ്യങ്ങളിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ലോ എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ ലോ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെയാണ്. പ്രൈമറി കോഡ് ഓഫ് സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കൺസിഡർ ചെയ്യുന്നത്. ഗവൺമെന്റ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണമെന്നും ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും ആർക്കൊക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തിനാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ചോദിച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഒരു ഡോക്യുമെന്റ് മാത്രമല്ല. ഒരു കൺട്രി മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ സെർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. അത് കൃത്യമായിട്ട് അത് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഒരു ഗവൺമെന്റിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ കാര്യങ്ങളൊക്കെ കൊടുത്തത് എവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ ഒന്നും പ്രോപ്പറായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നടത്താൻ പറ്റില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ എല്ലാവരും തോന്നുന്ന രീതിയിൽ പെരുമാറുക, ആ ഒരു അനാർക്കി എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, പല തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ ഭരണഘടന റിട്ടേൺ ചെയ്ത് എഴുതപ്പെട്ട രീതിയിലാണെങ്കിൽ അത് നമുക്ക് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. ഇന്ത്യ അതിന് എക്സാമ്പിൾ ആണ്. അൺറിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതപ്പെടാത്ത ഭരണഘടനയാണ്, ബ്രിട്ടനിലെ ആണത് പറയുന്നത്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അമെൻമെന്റ്, മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, അമേരിക്കയിലേതാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈസിയാണ്, അത് ബ്രിട്ടനിലേതാണ്. കാരണം ബ്രിട്ടനിൽ എന്താണ്, എഴുതപ്പെടാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ ഫങ്ഷൻസ്, ചുമതലകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് രാജ്യത്തിന് വേണ്ട ഒരു ബേസിക് ലോ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്കൊരു കോർഡിനേഷൻ, ജനങ്ങൾക്കിടയിൽ ഒരു കോർഡിനേഷൻ നിലനിർത്തുന്നത് ഭരണഘടനയാണ്. അതേപോലെ തന്നെ ഏതൊക്കെ അതോറിറ്റി ഏതൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കണം, ഓരോ അധികാരങ്ങളും കൃത്യമായിട്ട് വ്യക്തമാക്കുന്നതും കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഗവൺമെന്റിന്റെ അധികാരങ്ങളെ, പവേഴ്സിനെ ലിമിറ്റ് ചെയ്യുന്നതുമാരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതേപോലെ തന്നെ ജനങ്ങളുടെ ആസ്പിറേഷൻ ഫുൾഫിൽ ചെയ്യുന്നതുമാരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ദെൻ ജനങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതുമാരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയില്ലേ? അപ്പം ഈ ഒരു സംഭവം നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാണ്, ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ. ഭരണഘടനയുടെ ചുമതലകൾ, ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് വരും. അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ലിബർട്ടി, ഇക്വാലിറ്റി, പീസ്, സെക്യൂരിറ്റി ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആധികാരികതയെ കുറിച്ചാണ് പറയുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് നിയമങ്ങളുടെ ഒരു കളക്ഷൻ ആണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ, ഹായ് വിഘ്നേഷേ, ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ചില ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? മോഡ് ഓഫ് പ്രൊമൾഗേഷൻ, സബ്സ്റ്റാൻസീവ് പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. ഇത് ബേസ് ചെയ്തിട്ടാണ് ഒരു രാജ്യത്തെ ഭരണഘടനയെ നമ്മൾ സ്വീകരിക്കുന്നത്. മോഡ് ഓഫ് പ്രൊമൾഗേഷൻ എന്ന് പറയുന്ന പ്രഖ്യാപന രീതിയാണ്. ആരാണ് തയ്യാറാക്കിയത്, എന്നാണ് തയ്യാറാക്കിയത്, ഏത് അതോറിറ്റിയാണ് ഇത് തയ്യാറാക്കിയത്, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു രാജ്യത്തെ ഭരണഘടന നമ്മൾ സ്വീകരിച്ചേക്കാം. അതേപോലെ തന്നെ ആ കാര്യമാണ് പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരുപാട് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടാണ് നമുക്ക് വന്നത്. കാരണം ഒരു മിലിറ്റന്റോ, പല രാജ്യത്ത് ഭരണഘടന മുന്നോട്ട് പോവാത്ത കാരണം എന്ന് പറഞ്ഞാൽ അതൊരു മിലിറ്റൻസോ ഡിക്റ്റേറ്റേഴ്സോ തയ്യാറാക്കിയതാണ്. പക്ഷെ നമ്മളത് അത്തരത്തിലല്ല നമ്മൾ തയ്യാറാക്കപ്പെട്ടത്. പ്രോപ്പറായിട്ട് ഒരുപാട് സമയം നമ്മൾ അതിലെടുത്തിട്ട് ഫ്രീഡം മൂവ്മെന്റിന്റെ ആ ഒരു ലോങ് പീരീഡിൽ വരെ ഇവരതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അതെല്ലാം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെയും സൗത്ത് ആഫ്രിക്കയിലും അമേരിക്കയിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും നിലനിന്ന് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ നമുക്കറിയാം രൂപീകരിച്ചത് ഭരണഘടനാ സമിതി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് രൂപീകരിച്ചത്. പക്ഷെ ചില രാജ്യങ്ങൾ ഒരു റെഫറൻഡം, സ്വിറ്റ്സർലൻഡൊക്കെ ഒരു റെഫറൻഡം ആയിട്ടാണ് ഇത്
പ്രവർത്തിക്കുന്നത്. ഇനി സബ്സ്റ്റാൻസീവ് പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഭരണഘടനയിൽ കൊടുത്ത പ്രൊവിഷൻസ് സൊസൈറ്റിയിലെ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒരിക്കലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ ഒരു വിഭാഗത്തിന് മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാവരുത്. അപ്പോൾ മറ്റുള്ള വിഭാഗത്തിനും എന്ത് ചെയ്യും, അവർക്കൊരു ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ അവരെ ഇൻഫീരിയർ ആയിട്ടൊരു ഫീൽ അവർക്ക് ഉണ്ടായിരിക്കും. എല്ലാ ഗ്രൂപ്പിനെയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ആർക്കും അവരെ സപ്രസ് ചെയ്യുന്നുള്ളൊരു ഫീല് ക്രിയേറ്റ് ചെയ്യപ്പെടാതെ വേണം കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ലിബർട്ടി, അതേപോലെ ഇക്വാലിറ്റി, ഈ ഒരു പ്രൊവിഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തത് എന്നാണ്. ബാലൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എല്ലാ കാര്യങ്ങളും ഒരാൾ തീരുമാനിച്ചാൽ പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല. നമുക്കൊരു സ്കൂൾ ആവുന്ന സമയത്ത് പ്രിൻസിപ്പൽ ഉണ്ട്, ക്ലാസ് ടീച്ചർ ഉണ്ട്, പല സബ്ജക്റ്റുകൾക്ക് 10 സബ്ജക്റ്റ് ഉണ്ട്, അതിന് 10 ആളുകളുണ്ട്, എല്ലാം കൂടി ഒരാളാണ് പഠിപ്പിക്കുന്നത് അല്ല. അപ്പോൾ ഈ 10 ആളുകൾക്ക് അവരുടെ ഡ്യൂട്ടീസ് കൊടുത്താലായിരിക്കും അത് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാനും നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനും പറ്റും. അതിനു വേണ്ടിയാണ് ഇത്രയും വലിയൊരു രാജ്യത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ മാത്രം ഏൽപ്പിക്കാതെ ഗവൺമെന്റിന് 3 ഓർഗൻസ് കൊടുത്തത്. നമുക്ക് കണ്ണും മൂക്കും നാക്കും ചെവിയും കാതും ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ 3 ഓർഗനാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെയിലിയർ ഓർ സക്സസ്, ഒരു രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെയിലിയർ ആണോ സക്സസ് ആണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പവർ ഡസ് നോട്ട് ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു 3 എന്ത് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ അല്ല, നമ്മളെ ഓർഗൻസ് എന്ത് ചെയ്തത് വന്നിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി എങ്ങനെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിലേക്ക് എത്തിയെന്ന് നോക്കണ്ടേ, അതിന്റെ മേക്കിംഗ് നമുക്ക് നോക്കണ്ടേ. നമുക്ക് ബ്രിട്ടീഷുകാർ മക്കളെ ഒരു മിഷൻ, ഒരു ക്യാബിനറ്റ് മിഷന് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്നു. അവരുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അവർ പറഞ്ഞത് പ്രകാരമാണ് നമ്മുടെ രാജ്യത്തൊരു ഭരണഘടന നിർമ്മിക്കുന്നത്. ഈ മിഷനാണ് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി വേണം, ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അതിനെ തുടർന്ന് നമ്മൾ ഒരു താൽക്കാലിക പ്രസിഡന്റായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ കൊണ്ടുവരുന്നു. ആൻഡ് പിന്നെ നമ്മൾ ഇലക്ഷൻ നടത്തി പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അസംബ്ലിയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി, ജനങ്ങളിൽ നിന്ന് ഇൻഡയറക്ട്ലി ആയിരുന്നു തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്റ്റഡ് ബൈ അവരെ ഇലക്ട് ചെയ്ത പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ആണ്. ടോട്ടൽ 385 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. 292 മെമ്പേഴ്സിന് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 മെമ്പേഴ്സിനെ നാട്ടുരാജ്യങ്ങൾ, പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 8 അംഗ കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, B.R. അംബേദ്കർ ചെയർമാൻ ആയിക്കൊണ്ടുള്ള, ഇന്ത്യയുടെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്ന B.R. അംബേദ്കർ ചെയർമാൻ ആയിക്കൊണ്ടിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1946 ഡിസംബർ 9 മുതൽ 1949 നവംബർ 26 വരെ ആകുമ്പോഴത്തേക്ക് ഇതിനൊക്കെ കുറിച്ച് തയ്യാറാക്കി പൂർത്തിയായി, കോൺസ്റ്റിറ്റ്യൂഷൻ പൂർത്തിയായി. പക്ഷെ ഒഫീഷ്യലി നിലവിൽ വരുന്നത് 1950 ജനുവരി 26 തീയതിയായിരുന്നു. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത്. ഓക്കെ അല്ലേ വിഘ്നേഷേ? ഇനി കോമ്പോസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കോമ്പോസിഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 1946 ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നു. അതേ വർഷം തന്നെ ഡിസംബർ 9 തീയതി ഫസ്റ്റ് മീറ്റിംഗ് നടന്നിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക ചെയർമാനായിട്ട് കൊണ്ടുവരുന്നു. സെയിം ഇയറിലെ ഡിസംബർ 11 ഇലക്ഷൻ നടന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പെർമനന്റ് ചെയർമാനായിട്ട് കൊണ്ടുവരുന്നു. നെക്സ്റ്റ് ഇയർ 1947 ഓഗസ്റ്റ് 29 തീയതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ചെയർമാനായിട്ട് ഡോക്ടർ B.R. അംബേദ്കർ വരുന്നു. 2 വർഷം കഴിഞ്ഞ് 49 നവംബർ 26 തീയതി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇയർ 1950 ജനുവരി 26 തീയതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി നിലവിൽ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി
കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ലെജിറ്റിമസി അല്ലെങ്കിൽ അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു 4 ബേസ് ചെയ്തിട്ട്, അതൊന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഇൻഹെറിറ്റൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്. കാരണം ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അതോറിറ്റിയുടെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെയാണ്. മറ്റേത് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി നമ്മൾ പറഞ്ഞു, ഭരണഘടനയുടെ ആധികാരികത പറഞ്ഞു. ഇത് ഭരണഘടനാ സമിതി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആധികാരികതയിൽ 4 ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠനം നടത്തിയിട്ടാണ് ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഡെലിബറേറ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചൊരു ബോഡി ഒന്നുമല്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഇലക്ഷൻ നടന്ന് അതേപോലെ തന്നെ നാഷണൽ ഇൻട്രസ്റ്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഇനി പ്രൊസീജിയറിലേക്ക് പോകുന്ന സമയത്ത് സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 8 കമ്മിറ്റികളായി തിരിക്കുകയും ഓരോ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അത് ആളുകൾക്ക് ഓക്കെ അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് വീണ്ടും പഠിക്കുക, അങ്ങനെ ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തത് വന്നത്. ആൻഡ് BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം ഉൾപ്പെടുന്ന കമ്മിറ്റി ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് പഠിച്ചുകൊണ്ടാണ് ഇത് നമുക്ക് വന്നത്. നാഷണൽ മൂവ്മെന്റിലെ ഒരു പാരമ്പര്യം പറയാനുള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇക്വാലിറ്റിയും ലിബർട്ടിയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പല വാല്യൂസും നമുക്ക് തിരിച്ചറിയാവുന്നത് കൊണ്ട് തന്നെ ആ വാല്യൂസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ തയ്യാറാക്കിയത്. അത് കൃത്യമായിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ കൃത്യമായിട്ട് നാഷണൽ മൂവ്മെന്റിന്റെ ഒരു ലെഗസി പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് പറയുന്ന ഒന്നായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കൂടി എല്ലാവരും ചെയ്യാതെ പ്രോപ്പറായിട്ട് ഓരോ ആളുകളെ തീരുമാനിക്കുകയും അവരെന്തൊക്കെ ചെയ്യണം, ലെജിസ്ലേച്ചർ നിയമം നിർമ്മിക്കട്ടെ, ജുഡീഷ്യറി അത് നടപ്പിലാക്കട്ടെ, എക്സിക്യൂട്ടീവ് അത് നടപ്പിലാക്കട്ടെ, ജുഡീഷ്യറി എവിടെയെങ്കിലും നിയമം തെറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് നേടിക്കൊടുക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് 3 ഓർഗൻസിന് എന്ത് ചെയ്യാണ് നമ്മൾ ബിൽഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഫോം ചെയ്ത ഒന്നും അല്ല എന്തെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മനസ്സിലാക്കാം. ഇനി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം 1946 ഡിസംബറിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്, പോപ്പുലർ സോവേണിറ്റി ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സാമൂഹികവും സാമ്പത്തികവുമായുള്ള നീതി എല്ലാവർക്കും ഉറപ്പ് വരുത്തുന്നുണ്ട്. മൈനോറിറ്റി വിഭാഗത്തിന് അവരെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ യൂണിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേൾഡ് പീസ്, വെൽഫെയർ ഇതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തതായിട്ട് ഒരു രാജ്യത്തൊരു ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്വന്തമായിട്ട് എല്ലാം കൂടി ഉണ്ടാക്കിക്കോളി. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എല്ലാം കൂടി ഉണ്ടാക്കിക്കോളാൻ പറ്റുമോ? ഇല്ല, നമ്മൾ പുതുതായിട്ട് ഫോം ചെയ്ത രാജ്യമാണ്. അപ്പോൾ പലരിലും നമ്മൾ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും എന്തായത് ഇപ്പം കാണുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തത്, മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പല ക്രിറ്റിസിസം ആര് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏലിയൻ ആണെന്ന്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഏലിയൻ ആണെന്ന് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏലിയൻ ആണെന്ന് പറയുന്നത്? അതെന്തുകൊണ്ടാണ്? നമ്മൾ പല രാജ്യങ്ങളിലും പല കാര്യങ്ങളും കടമെടുത്തത് കൊണ്ടാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ്, എവിടെ നിന്നാണ് കടമെടുത്തത് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് FPTP സിസ്റ്റം, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം നമ്മൾ കടമെടുത്തത്. പാർലമെന്ററി സിസ്റ്റം കടമെടുത്തതും എവിടുന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, സ്പീക്കറുടെ പദവി, റോൾ ഓഫ് സ്പീക്കർ, ലോ മേക്കിംഗ് പ്രൊസീജിയർ, നിയമനിർമ്മാണം, സിറ്റിസൺഷിപ്പ്, പൗരത്വം, ഇതെല്ലാം നമ്മൾ കടമെടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, പ്രീആമ്പിൾ എന്നിവ നമ്മൾ കടമെടുത്തത്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്, റെസിഡ്യൂറി പവേഴ്സ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ എന്ത് കടമെടുത്തിട്ടുണ്ടായത്? ലിബർട്ടി, ഇക്വാലിറ്റി, അതേപോലെ തന്നെ എന്താണ് ഫ്രെറ്റേണിറ്റി നമ്മൾ കടമെടുത്തത്.
പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ കടമെടുത്തത്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ കടമെടുത്തത്. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കടമെടുത്തത് എന്തൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റ്. നമുക്ക് 3 ലിസ്റ്റുകളാണുള്ളത് അല്ലേ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന 3 ലിസ്റ്റുകളാണ് നമുക്കുള്ളത്. ആ 3 ലിസ്റ്റുകൾ നമ്മൾ കടമെടുത്തത് എവിടുന്നാണ്? 3 ലിസ്റ്റിൽ കൺകറന്റ് ലിസ്റ്റാണ് പറയുന്നത്. അത് നമ്മൾ കടമെടുത്തത് എവിടുന്നാണ്? യെസ്, നമ്മുടെ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇനിയോ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കടമെടുത്തത് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മൾ കടമെടുത്തത്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഭരണഘടനാ ഭേദഗതിയാണ് നമ്മൾ കടമെടുത്തത്. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തത് എന്താണ് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കടമെടുത്തത്? എമർജൻസിയാണ് നമ്മൾ കടമെടുത്തത്. എന്താണ്? എമർജൻസിയാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഒറ്റ മിനിറ്റടാ. നമുക്കിനി 2 ചാപ്റ്റേഴ്സും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഗവൺമെന്റ് 3 ഓർഗൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് ആ 3 ഓർഗൻസിൽ 2 ഓർഗൻസ് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാണ് ആ 2 ഓർഗൻസ്? നമ്മുടെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യും. ജുഡീഷ്യറി നമ്മൾ നാളെ രാവിലെ 7 മണിക്കാണ് സെറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ലെജിസ്ലേച്ചർ മിസ് എടുക്കാം, എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും? സാർ എടുക്കും. ഓക്കെ, ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ മുന്നേ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് നിയമനിർമ്മാണം അല്ലെ, നിയമനിർമ്മാണമാണ് ലെജിസ്ലേച്ചറിന്റെ ജോലി എന്ന് നമുക്കറിയാം. ഇന്ത്യൻ പാർലമെന്റ്, ഒരു മിനിറ്റടാ, ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നതാണ് ആര്? പാർലമെന്റ്. നമ്മുടെ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു പ്രധാനപ്പെട്ട ഓർഗൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഇനി അങ്ങോട്ട് നമ്മൾ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അയ്യോ മിസ് ലെജിസ്ലേച്ചർ എവിടെ പോയി എന്നുള്ള ഡൗട്ട് ഉണ്ടാവരുത്. ഇന്ത്യൻ ലെജിസ്ലേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ആരൊക്കെ ഉണ്ടാവും? പ്രസിഡന്റ് ഉണ്ടാവും, ലോകസഭ, രാജ്യസഭ, ലോകസഭയിലെ മെമ്പേഴ്സ്, രാജ്യസഭയിലെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. ലോകസഭയെ നമ്മൾ ഹൗസ് ഓഫ് പീപ്പിൾ അഥവാ ലോവർ ഹൗസ് ഓഫ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. രാജ്യസഭയെയാണ് ഹൗസ് ഓഫ് സ്റ്റേറ്റ് അഥവാ അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 79 ഹായ് റിസാനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 79 നമ്മളൊരു ബൈകാമറൽ ലെജിസ്ലേച്ചർ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നമ്മുടെ ലെജിസ്ലേച്ചർ അഥവാ നമ്മുടെ പാർലമെന്റിനുള്ളത്? ഒന്നെന്താണ്? ഡെമോക്രാറ്റിക്, നമുക്കൊരു സ്ട്രോങ് ബേസ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ കൊണ്ടുവരിക, അതേപോലെ തന്നെ യൂണിയൻ മിനിസ്ട്രീനെ കൺട്രോൾ ചെയ്യുക. ദെൻ പാർലമെന്റിന് നമ്മുടെ രാജ്യത്ത് എന്ത് വികസനം നടത്തുന്നുണ്ടെങ്കിലും പാർലമെന്റ് കൺസെന്റോട് കൂടെ നടത്താൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യുക. അതേപോലെ മണി ബില്ല് എന്ത് ചെയ്യുക? അപ്രൂവ് ചെയ്യുക. യൂണിയൻ മിനിസ്ട്രി കൊണ്ടുവരുന്ന മണി ബില്ല് അപ്രൂവ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ആരുടെ ചുമതലയാണ്? നമ്മുടെ പാർലമെന്റ് അഥവാ ലെജിസ്ലേച്ചറിന്റെ ചുമതലയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന അമെൻഡ് ചെയ്യുക, ഒരു പബ്ലിക് ഒപ്പീനിയൻ്റെ ഒരു ഫോറമായിട്ട് പ്രവർത്തിക്കുക, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരെ തെരഞ്ഞെടുക്കുക. പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിയോ മോശമായി പെരുമാറിയാൽ, താങ്ക് യു റിസാനെ, മോശമായിട്ട് പെരുമാറിയാൽ അഥവാ അവരെന്തെങ്കിലും നിയമങ്ങൾ തെറ്റിച്ചാൽ അവരെന്ത് ചെയ്യുക? പുറത്താക്കാനുള്ള ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സിലും ഭാഗമാകാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? നമ്മുടെ പാർലമെന്റിനുണ്ട്. ആൻഡ് അധികാരങ്ങൾ നമ്മൾ ഫങ്ഷൻസ് പറയുമ്പോൾ 8 എണ്ണം നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്? ഓക്കെ, എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്? ഒന്ന് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ, അതേപോലെ കൺട്രോളിങ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ ഫങ്ഷൻ, ഡിബേറ്റിംഗ് ഫങ്ഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷൻ, ഇലക്ടോറൽ ഫങ്ഷൻ,
ജുഡീഷ്യൽ ഫംഗ്ഷൻ, റെപ്രസെൻറ്റേറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് 8 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. അതിന് അണ്ടറിൽ 2 വരി എഴുതാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ എന്താ? രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കുക. അതാരാണ്? നമ്മളെ പാർലമെന്റ് ആണ്. അതേപോലെ തന്നെ രാജ്യത്ത് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് എന്ത് നടക്കുകയാണെങ്കിലും അതിന്റെ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. അതാണ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ. കൺട്രോളിങ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇവരൊക്കെ പല രീതികളിലൂടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ അവരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ വയലേറ്റ് ചെയ്ത് അവരെ പുറത്താക്കുന്ന ഇംപീച്ച്മെന്റ് എന്ന പ്രോസസ്സിലും ഇവർക്ക് ഭാഗമാകാൻ പറ്റും. ഇനി ഫിനാൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എന്ത് പൈസയും പാർലമെന്റ് കൺസെന്റിലാണ് നടപ്പിലാക്കാൻ പറ്റില്ല. ബഡ്ജറ്റ് പാസ്സാക്കുന്നതും ആരാണ്? പാർലമെന്റ് ആണ്. ഡിബേറ്റീവ് ഫംഗ്ഷനോ നമ്മുടെ പാർലമെന്റിൽ ആർക്കും ഒരു പേടിയുമില്ലാതെ രാജ്യത്ത് സംബന്ധിക്കുന്ന എന്ത് ഇഷ്യൂസ് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷനോ നമ്മളെ ഭരണഘടന അമെൻമെന്റ് ഭേദഗതിക്ക് അപ്രൂവൽ നൽകുന്നതൊക്കെ ആരാണ്? പാർലമെന്റ് ആണ്. ഇലക്ടോറൽ ഫംഗ്ഷനോ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ തെരഞ്ഞെടുക്കുന്നില്ലേ? ഇവർ തെറ്റ് ചെയ്താൽ ഇവരെ പുറത്താക്കുന്നുണ്ട്. അതാണ് ജുഡീഷ്യൽ ഫംഗ്ഷനിൽ വരുന്നത്. അത് നമ്മളെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതേപോലെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജികൾ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്താൽ ഇവരെ നമ്മൾ എന്ത് ചെയ്യും? പുറത്താക്കും. റെപ്രസെന്റേറ്റീവ് ഫംഗ്ഷനോ നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ വിഭാഗത്തിലും, പല ജാതിയിലും മതത്തിലും ഒക്കെ ഉള്ള SC ST OBC അങ്ങനെ പല വിഭാഗത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ അത്രയും ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബോഡി കൂടിയാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പാർലമെന്റിന്റെ 8 ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചു വെക്കണം. ഇനി എന്തിനാണ് നമുക്ക് ഈ പാർലമെന്റ്? ഇത്രയും പഠിച്ചിട്ട് മനസ്സിലായില്ല എന്തിനാ നമുക്കൊരു പാർലമെന്റ്? നിയമം നിർമ്മിക്കണം. രാജ്യത്ത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്. അപ്പൊ അതിന് നമുക്കൊരു പാർലമെന്റ് കൂടിയേ തരും. ജനങ്ങളുമായിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി നിലനിർത്തണം. അതിനൊക്കെ പാർലമെന്റ് കൂടി തരൂ. നമ്മൾ ഈ തേങ്ങയിൽ ആര് വെള്ളം നിറയ്ക്കും, അതേപോലെ തന്നെ അങ്ങനെ ഒരു പരസ്യം, ഈ തേങ്ങയിൽ ആര് വെള്ളം നിറയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ദൈവമുണ്ട് ലാസ്റ്റ് പറയുന്ന പോലെ, അതേപോലെ പാർലമെന്റ് വേണം. പാർലമെന്റ് എല്ലാത്തിനും വേണം. അത്രയും ഇമ്പോർട്ടന്റ് ആണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ബൈക്യാമറൽ ലെജിസ്ലേച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് നമ്മളെ രാജ്യം അറിയുമ്പോൾ ഒരുപാട് വലിയൊരു രാജ്യമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഡിസിഷൻസ് നമ്മൾ 2 വട്ടം റീകൺസിഡറബിൾ ചെയ്യേണ്ടി വരും. അപ്പം പാർലമെന്റിൽ ലോക്സഭയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഒരു ബില്ല് നിയമമാകുന്നതിന് മുന്നേ ലോക്സഭയിൽ ഡിസ്കസ് ചെയ്ത് അവർ അപ്രൂവ് ചെയ്ത രാജ്യസഭയും അപ്രൂവ് ചെയ്യണം. അല്ലാതെ രാജ്യസഭ മാത്രം ഓക്കെ പറഞ്ഞ് ലോക്സഭ ഓക്കെ പറഞ്ഞ്, ലോക്സഭ മാത്രം പറഞ്ഞ് രാജ്യസഭ ഓക്കെ പറഞ്ഞ്, അങ്ങനെ ആയാൽ ഒരു ബില്ല് നിയമമായി മാറാം. 2 പേരും ഈക്വൽ ആയിട്ട് 2 പേരും ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഒരു ബില്ല് എന്ത് ചെയ്യുള്ളൂ, നിയമമായി മാറുള്ളൂ. അതേപോലെ തന്നെ സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനിലുള്ള ആളുകളെയും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മളെ ഡെമോക്രസീനെ എല്ലാരെയും, എല്ലാ സെക്ഷനിലുള്ള ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന സമയത്ത് എല്ലാ ജിയോഗ്രഫിക്കൽ റീജിയനിലെ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വരുന്നുണ്ട്. ആൻഡ് ചില സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. ബീഹാറിലെ, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഇവിടെയൊക്കെ നമുക്ക് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ കാണാം. ഇത് 1 വേർഡ് ചോദിക്കും കേട്ടോ. കാരണം ഇതിൽ ഏതാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് 1 വേർഡ് ചോദിക്കും. കുറേ സംസ്ഥാനങ്ങൾ കൊടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കും. അപ്പം അത് നമ്മൾ ഓഡ് 1 ഔട്ട് എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുക്കാണ്ടാവില്ലേ, അതേ കണക്കാണ് കേട്ടോ. ഇനി ലോകസഭ, നമുക്ക് 2 സഭകളാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞല്ലോ, ലോകസഭയും രാജ്യസഭയും. 1952 ഏപ്രിൽ 17-ാം തീയതി ലോകസഭ നിലവിൽ വരുന്നു. 543 മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുകയും 2 പേരെ നോമിനേറ്റും ചെയ്തിട്ട് 545 മെമ്പേഴ്സാണ് ഉണ്ടാവുക. അതിൽ 20 മെമ്പേഴ്സ് നമ്മളെ കേരളത്തിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ലോകസഭ ഓരോ നിയോജക മണ്ഡലങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഇലക്ഷൻ നടക്കുക. ലോക്സഭ സ്പീക്കറാണിത് കൺട്രോൾ ചെയ്യുന്നത്. ഇവരെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആവണം, 25 വയസ്സ് പൂർത്തിയാവണം, സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ജോലി ചെയ്യാവുന്ന ആ വ്യക്തി ആവരുത്. ക്രിമിനൽസിന് ഇലക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. 5 വർഷമാണ് ഇവരുടെ കാലാവധി. ഇനി എന്തൊക്കെ അധികാരങ്ങളാണുള്ളത്? യൂണിയൻ ലിസ്റ്റ്, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺട്രോൾ ലിസ്റ്റ് 3 ലിസ്റ്റുകളാണല്ലോ. ഫെഡറലിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പഠിച്ചു കഴിഞ്ഞതാണല്ലോ, അപ്പൊ അതിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അപ്പൊ ഈ ലിസ്റ്റില് യൂണിയൻ ലിസ്റ്റില് തീരുമാനങ്ങൾ എടുക്കാൻ, കൺട്രോൾ ലിസ്റ്റില് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമാർക്കാണ്? ലോക്സഭക്കാണ്. അതേപോലെ മണി ബില്ല്, ഓർഡിനറി ബില്ല്, ഇതൊക്കെ
ഒക്കെ എന്ത് ചെയ്യാൻ, പ്രസന്റ് ചെയ്യാനും ലെജിസ്ലേറ്റ് ചെയ്യാനുമുള്ള പവർ ഉണ്ട്. ടാക്സേഷൻ, ബഡ്ജറ്റ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ അപ്രൂവ് ചെയ്യുന്നത് ലോക്സഭയാണ്. ക്വസ്റ്റ്യൻ അവറിലൂടെയും സബ്മിഷനിലൂടെയും നോൺ കോൺഫിഡൻസ് മോഷനിലൂടെയും എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നതുമാരാണ് നമ്മുടെ ലോകസഭയാണ്. ഇനി രാജ്യസഭയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ രാജ്യസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, അഥവാ അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് ആണ്. 1952 ഏപ്രിൽ 3-ാം തീയതിയാണ് നിലവിൽ വന്നത്. 250 മെമ്പേഴ്സാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. 238 മെമ്പേഴ്സ് ആണ്. 238 മെമ്പേഴ്സിനെ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭകളിലൂടെ തിരഞ്ഞെടുക്കുന്നതും ഇലക്റ്റഡ് ബൈ ദ ഇലക്ട് ചെയ്യുന്നവരെ തിരഞ്ഞെടുക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. 238 പേരെ തിരഞ്ഞെടുക്കുന്നത്. 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അവരെന്താണ്, സ്പോർട്സ്, സയൻസ്, ആർട്ട്, ലിറ്ററേച്ചർ ഈ ഒരു ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഇവിടെ നോക്കി 9 സീറ്റാണ് കേരളത്തിലുള്ളത്. നമ്മുടെ പോപ്പുലേഷൻ മാറുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ വരും. രാജ്യസഭ എംപിയുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. അവരെ തിരഞ്ഞെടുക്കുന്നത് PR സിസ്റ്റത്തിലെ STV സിസ്റ്റത്തിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ കൺട്രോൾ ചെയ്യുന്നത് ചെയർമാൻ ആയിരിക്കും. ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഇനി രാജ്യസഭ എംപിയുടെ ക്വാളിഫിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യൻ സിറ്റിസൺ ആവണം, 30 വയസ്സ് പൂർത്തിയായിരിക്കണം, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ജോലികളൊന്നും ചെയ്യുന്ന വ്യക്തിയായിരിക്കരുത്. ഇവരുടെ അധികാരങ്ങളും ഫംഗ്ഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഓർഡിനറി ബില്ല് അപ്രൂവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് മണി ബില്ലിന് സജഷൻസ്, അതിൽ അമെൻമെന്റ് വരാൻ വേണ്ടി സജഷൻസ് കൊടുക്കാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അപ്രൂവ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വരുന്ന കാര്യങ്ങളിലൊക്കെ നിയമനിർമ്മാണം നടത്താൻ പറ്റുക. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരെ ഇലക്ഷനിൽ പങ്കെടുക്കാം. ഇവർ ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പുറത്താക്കുന്ന ഇംപീച്ച്മെന്റ് എന്നാണ്. അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജി ഇവരെ പുറത്താക്കുന്ന ഇംപീച്ച്മെന്റ് എന്ന പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുമാരാണ് നമ്മുടെ രാജ്യസഭയിലെ മെമ്പേഴ്സാണ്. ഇനി രാജ്യസഭയ്ക്ക് മാത്രമുള്ള സ്പെഷ്യൽ പവർ എന്ന് പറയുന്നത് രാജ്യസഭയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താൻ പറ്റുള്ളൂ, ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനും പാസ്സാക്കാനും ആർക്കാണ് പറ്റുക, രാജ്യസഭയിലെ മെമ്പേഴ്സിനാണ്. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നതുമാരാണ് നമ്മുടെ രാജ്യസഭയിലെ മെമ്പേഴ്സാണ്. ഇനി ഇന്ത്യയിലെ ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ് ആണ് മക്കളെ നോക്കുന്നത്. നമ്മൾ ഇത്ര നേരം പറഞ്ഞു പാർലമെന്റ് അഥവാ നമ്മുടെ ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന പാർലമെന്റിന്റെ ചുമതല എന്താണ്, നിയമം നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ ചുമതല. ഈ നിയമം നിർമ്മിക്കുന്ന സമയത്ത് 2 ആളുകളും ചേർന്നിട്ടാണല്ലോ നിയമം നിർമ്മിക്കുന്നത്, ലോകസഭയും രാജ്യസഭയും. അപ്പൊ എങ്ങനെയാണ് ഇവർ നിയമം നിർമ്മിക്കുന്നത്? അതിന്റെ മുന്നേ, ഒരു നിയമമാവുന്നതിന്റെ മുന്നേ അത് എന്തായിരുന്നു, ഒരു ബില്ല് മാത്രമായിരുന്നു. MP ഒരു സബ്ജക്റ്റ് അവതരിപ്പിക്കും, ഒരു വിഷയം അവതരിപ്പിക്കും, അതിനെ നമ്മൾ ബില്ലെന്ന് വിളിക്കും. ഈ ബില്ലുകൾ തന്നെ 6 ബില്ലുകളാണുള്ളത്. പ്രൈവറ്റ് ബില്ല്, ഗവൺമെന്റ് ബില്ല്, മണി ബില്ല്, നോൺ മണി ബില്ല്, മണി ബില്ല്, നോൺ മണി ബില്ല്, ഓർഡിനറി ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ല്. ഈ 6 ബില്ലുകൾ ഏതൊക്കെയാണ്? പ്രൈവറ്റ് ബില്ല്, ഗവൺമെന്റ് ബില്ല്, മണി ബില്ല്, നോൺ മണി ബില്ല്, ഓർഡിനറി ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ല്. ഓരോ ബില്ലുകൾ നമുക്ക് നോക്കാം. പ്രൈവറ്റ് ബില്ല് എന്ന് പറയുന്നത് മിനിസ്റ്റർ അല്ലാത്ത വ്യക്തി അവതരിപ്പിക്കുന്നതാണ് പ്രൈവറ്റ് ബില്ല് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നത് മിനിസ്റ്റർ അവതരിപ്പിക്കുന്നതാണ് ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നത്. മണി ബില്ല് ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു മണി. ലോകസഭ മാത്രമാണ് മണി ബില്ല് പാസ്സാക്കുക. മണി ബില്ല് പൈസയുമായി ബന്ധപ്പെട്ട. നോൺ മണി ബില്ല് എന്താ, ആ പേര് കേൾക്കുന്ന പോലെ ധനേതര ബില്ല്, മണിയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. ഓർഡിനറി ബില്ല് എന്താ, നമ്മളെ പോലെ കോമൺ പീപ്പിളിന് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ല് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ ചേഞ്ചസ്, അമെൻമെന്റ്സ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലിൽ ഉണ്ടായിരിക്കാം. ഇനി ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലോ മേക്കിംഗ് പ്രൊസീജിയർ. ലോ മേക്ക് ചെയ്യുന്ന പല സ്റ്റേജസുകളായിട്ടാണ്. ഒറ്റ ടൈമിൽ എന്ത് ചെയ്യുക, ലോ മേക്ക് ചെയ്യല്ല ചെയ്യുക, പല സ്റ്റേജസുകളായിട്ടാണ് ലോ മേക്ക് ചെയ്യുക. എങ്ങനെയാണ്? 5 സ്റ്റേജും 3 റീഡിങ്. അപ്പൊ മൊത്തം 8 എണ്ണമല്ല, 5 സ്റ്റേജിന്റെ അണ്ടറിൽ തന്നെ 3 റീഡിങ് വരികയാണ്. ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഫസ്റ്റ് റീഡിങ് നമുക്ക് നോക്കാം. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു MP ഒരു സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നു. ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു നോളജ് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ആദ്യ വായന കഴിഞ്ഞു, ഫസ്റ്റ് റീഡിങ് അവിടെ കഴിഞ്ഞു. രണ്ടാമത്തത് സെക്കൻഡ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് റീഡിങ്. ഈ MP അവതരിപ്പിച്ച് നിതിനെ MP അവതരിപ്പിച്ച സബ്ജക്റ്റിൽ എന്തെങ്കിലും ഡിസഗ്രിമെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ടോപ്പിക്കിനെ കുറിച്ച്, ആ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ വീണ്ടും റീഡിസ്കസ് ചെയ്യും. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു,
രണ്ടാമത്തെ റീഡിങ്ങും കഴിഞ്ഞു. ആ ടോപ്പിക്കിന്റെ രണ്ടാമത്തെ റീഡിങ്ങും കഴിഞ്ഞു. മൂന്നാമത്തെ തേർഡ് സ്റ്റേജ് ഓർ കമ്മിറ്റി, തേർഡ് സ്റ്റേജ് ആൻഡ് കമ്മിറ്റി സ്റ്റേജ്. തേർഡ് സ്റ്റേജും കമ്മിറ്റി സ്റ്റേജും ഒന്ന് തന്നെയാണ്. ഇവിടെ ഒന്നാമത്തെ സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജിലും അവതരിപ്പിച്ച സബ്ജക്റ്റിന്റെ പ്രശ്നം അവിടെ സോൾവ് ആയില്ല, ആളുകൾക്ക് മനസ്സിലായില്ല, റീഡിസ്കസ് ചെയ്തിട്ടും മനസ്സിലായില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, MP ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നു ആ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ. അതുകൊണ്ട് തേർഡ് സ്റ്റേജ് കമ്മിറ്റി സ്റ്റേജ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഫോർത്ത് സ്റ്റേജ് ഏതാണ്? റിപ്പോർട്ട് സ്റ്റേജ് ആണ്. കമ്മിറ്റി ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. അടുത്ത ഫിഫ്ത്ത് സ്റ്റേജ് ആൻഡ് തേർഡ് റീഡിംഗ് ആണ്. ഇവിടെ റിപ്പോർട്ട് MP മുമ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാണ്, മൂന്നാമത് വായനയും അവിടെ നടക്കുന്നു. അപ്പൊ മൊത്തം 5 എണ്ണത്തില് 3 റീഡിങ്ങും വരുന്നത്. ഒന്നാമത്തും രണ്ടാമതും നമ്മൾ റീഡ് ചെയ്യുന്നു, മൂന്നാമത് കമ്മിറ്റി ഉണ്ടാക്കി, നാലാമത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത്, അഞ്ചാമത് എന്ത് ചെയ്യാണ്, അത് അവതരിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ മൂന്നാമത്തെ റീഡിംഗ് കൂടി നടക്കുന്നു. ഈ ഒരു പ്രോസസ്സിലാണ് ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നത്. ഇത് ലോകസഭയിൽ മാത്രമല്ല രാജ്യസഭയിലും എന്ത് ചെയ്യാണ്, ഇതേ രീതി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഹൗ ഡസ് പാർലമെന്റ് കൺട്രോൾ എക്സിക്യൂട്ടീവ്? എങ്ങനെയാണ് പാർലമെന്റ് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കുന്നത്. ഡിസ്കഷനിലൂടെയും അനാലിസിസിലൂടെയും കൺട്രോൾ ചെയ്യും. രാവിലെ 11 മണി മുതൽ 12 മണി വരെ ക്വസ്റ്റ്യൻ അവർ ഉണ്ടായിരിക്കും. 1 മണിക്കൂറാണ് ഇതിന്റെ കാലാവധി. ഈ സമയത്ത് പാർലമെന്റിൽ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ മിനിസ്റ്റേഴ്സ് ഹാവ് റെസ്പോണ്ട്. ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്തിരിക്കണം ആ 1 മണിക്കൂർ. അടുത്തത് 0 അവർ. ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞിട്ട് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. 15 മിനിറ്റ് ആണ് നമ്മുടെ 0 അവറിന് ഉണ്ടാവുക. 5 to 15 മിനിറ്റ് ആണ് ഉണ്ടാവുക. ഇവിടെ മിനിസ്റ്റേഴ്സ് റെസ്പോണ്ട് ചെയ്യണം. മെമ്പേഴ്സ് ചോദിക്കുന്ന ചോദ്യത്തിന് മിനിസ്റ്റേഴ്സ് റെസ്പോണ്ട് ചെയ്യണമെന്നൊന്നില്ല. അടുത്ത് അഡ്ജേൺമെന്റ് മോഷൻ ആണ്. അഡ്ജേൺമെന്റ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ പാർട്ടിനെ കുറിച്ചാണ്. ഒപ്പോസിഷൻ പാർട്ടിക്ക് അഡ്ജേൺമെന്റ് മോഷൻ പറയാം. അതായത് നമ്മളെ രാജ്യത്ത് സംബന്ധിക്കുന്ന പബ്ലിക് ഇഷ്യൂ റിലേറ്റ് ചെയ്തുള്ള സാധനത്തിന്റെ വില കൂടുന്നത്, ഫുഡ് ഗ്രെയിൻസിന്റെ അവൈലബിലിറ്റി, ഇതൊക്കെ പറയുന്നതാണ് അഡ്ജേൺമെന്റ് മോഷൻ എന്ന് പറയുന്നത്. പിന്നെ അപ്രൂവൽ ഓർ റെക്ടിഫൈഡ് ലോ, അതായത് പാർലമെന്റിന് രാജ്യത്ത് നിർമ്മിക്കുന്ന ഒരു ലോ എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്രൂവ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും പറ്റും. രാജ്യത്ത് നെഗറ്റീവായിട്ടാണ് അത് എഫക്ട് ചെയ്യാന്ന് മനസ്സിലായി റിജക്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഫിനാൻഷ്യൽ കൺട്രോൾ ആണ്. നമ്മൾ പറഞ്ഞു മണിയാണ് എല്ലാ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനും വേണം. പാർലമെന്റ് ആണ് എത്രത്തോളം പൈസ ഏതിനൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ പാർട്ടി പറയുകയാണ് നിലവിലുള്ള ഗവൺമെന്റ് എന്താണ് മെജോറിറ്റി നഷ്ടപ്പെട്ടു. അങ്ങനെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അവരോട് എന്ത് ചെയ്യാണ് ഇലക്ഷൻ നടത്താൻ പറയുന്നു. അതിൽ എന്ത് ചെയ്യാണ് റൂളിംഗ് പാർട്ടി അവരുടെ മെജോറിറ്റി എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ആസ് എ റിസൾട്ട് ഇലക്ഷൻ കണ്ടക്റ്റഡ് ഇൻ ദ ഹൗസിന്റെ ഉള്ളിലാണ് നമ്മളെല്ലാവരും വോട്ട് ചെയ്യല. ഹൗസിന്റെ ഉള്ളിൽ തന്നെ ഇലക്ഷൻ നടത്തുകയും അതിൽ അവർ മെജോറിറ്റി വോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാണ്, അവരുടെ പവർ അവസാനിപ്പിച്ച് പോകണം. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്തത് അതർ മെത്തേഡ്സ് ടു കൺട്രോൾ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിനെ വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? വേറെ ഏതൊക്കെ രീതിയിൽ എക്സിക്യൂട്ടീവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒന്ന്, ഡിസ്കഷൻസ് നടത്തുക. MPs കൂടുതലും ഡിസ്കഷൻസും കാര്യങ്ങളും ഇൻട്രസ്റ്റഡ് ആവുക. അതേപോലെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക, റൂളിംഗ് പാർട്ടി ഒപ്പോസിഷൻ പാർട്ടി, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് മക്കളെ. കോൺട്രിബ്യൂഷൻ ഓഫ് പാർലമെന്ററി കമ്മ്യൂണിറ്റി. കോൺട്രിബ്യൂഷൻ ഓഫ് പാർലമെന്ററി കമ്മ്യൂണിറ്റി തന്നെ ഇപ്പോൾ കമ്മിറ്റി. മക്കളെ, ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള കമ്മിറ്റീസ് ഫോം ചെയ്യുന്നുണ്ട്. എന്തിനാണ്? നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. സോ അത് നമുക്ക് ഗവൺമെന്റിനെ എക്സ്പെൻസ് ഓഫ് ഗവൺമെന്റ് എക്സ്പെൻസ് അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എവിടെയെങ്കിലും കറപ്ഷൻസോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ എന്നുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അവിടെ സാധിക്കുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് കമ്മിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 കമ്മിറ്റികളാണുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതേപോലെ ജോയിന്റ് കമ്മിറ്റിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അത് പെർമനന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ജോയിന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പററി മാത്രമായിരിക്കും. അത് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഏതാണ് ലാസ്റ്റ് ടോപ്പിക്? ഡിഫെക്ഷൻ, ആന്റി ഡിഫെക്ഷൻ.
ഡിഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെയും കൂടിയും വാർത്തയിലൊക്കെ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇൻസ്റ്റ തുറന്ന സമയത്ത് ഇങ്ങനെ ന്യൂസ് കാണുകയാണ്. അപ്പോൾ അതിലിങ്ങനെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണുങ്ങൾ, അവരെ ഒരു സ്ത്രീ വിമനാണ്, അവരെ പേര് എനിക്ക് ഓർമ്മയില്ല. അവരൊരു ഏതാ പാർട്ടി എന്നൊന്നും ഞാൻ പറയില്ല, കാരണം പല പ്രത്യയ ശാസ്ത്രത്തിൽ പല ഐഡിയോളജിയിൽ പല പാർട്ടിയിലെ ആളുകളും അതോടൊന്നും പറയുന്നില്ല. കൂറുമാറി ഇന്നലെ അവരൊരു പാർട്ടിയാണ്, പിറ്റേത്തേക്ക് വേറൊരു പാർട്ടി. ഒരു ഷാൾ ഇട്ട് കൊടുത്തപ്പോൾ ഒരു വേറെ പാർട്ടി. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ നോക്കുക. ഡിഫെക്ഷൻ എന്ന് പറയുന്നത് കൂറുമാറ്റത്തിനെയാണ് മക്കളെ. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ, അതായത് ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സ് ഒഴികെ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ എക്സെപ്റ്റ് ദ ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സ് ആർ ഇലക്റ്റഡ് ഓൺ എ പാർട്ടി ടിക്കറ്റ്. എല്ലാവരും മത്സരിക്കുന്ന എന്തായിരിക്കും? പാർട്ടി ടിക്കറ്റ് ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും മത്സരിക്കുക. അപ്പോൾ ഇലക്ഷനിൽ മത്സരിച്ച് പണ്ട് ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവർ വേറെ പാർട്ടിയിലേക്ക് പോയി ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അവരെന്താ വിജയിച്ച കാൻഡിഡേറ്റ് ഇനിയാകുമ്പോൾ അവിടെയും ഭരിക്കരുത്. പക്ഷെ ഇതിങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ എന്ത് ചെയ്യുക, ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് ആൻറ്റി ഡിഫെക്ഷൻ ലോ വരിക. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് MPസും MLAസും ആർക്ക് വേണമെങ്കിലും കൂറുമാറും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്ക് വേണം ഷാൾ ഇട്ട് കൊടുത്താൽ നമ്മൾ ഇന്ന് ഒരു പാർട്ടി, നാളെ ഇപ്പം ABC എന്ന് പറഞ്ഞാൽ BYQ എന്ന് പറഞ്ഞാൽ പാർട്ടിയായി മാറാം. പക്ഷെ എന്താണ്, വിജയിച്ച് മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോധം കൊണ്ട് നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ മാറിക്കോ, നിങ്ങൾ വിജയിച്ചിട്ട് മാറിക്കോ, അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞിട്ട് വിജയിച്ച് മാറിക്കോ, അതിന് മുന്നേ മാറിക്കോ. പക്ഷെ എന്ത് ചെയ്യണം, ഓൾറെഡി നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ റിസൈൻ ചെയ്തിട്ട് വേണം അടുത്തയിലേക്ക് പോകാൻ. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം മക്കളെ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ. അപ്പം നമ്മൾ ടോട്ടൽ 5 ചാപ്റ്റർ ആയിരുന്നു, അതിൽ 4 ചാപ്റ്റർ കഴിഞ്ഞിട്ടോ. ഇനി സാറിൻ്റെതാണ് ലാസ്റ്റ്, എക്സിക്യൂട്ടീവാണ് ലാസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ഓർഗനാണ്. അപ്പോൾ ആ ഓർഗണും കൂടി പഠിച്ചേക്കാം. ബാക്കി ഒരു ഓർഗൻ അവിടെ കിടക്കും, ആ ഓർഗൻ നമുക്ക് നാളെ വന്നിട്ട് പഠിക്കാം. ഓക്കെ, ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതല്ലായിരുന്നോ? പിന്നെ എൻ്റെ ഇലക്ഷൻ ഇട്ട് അതല്ലേ എക്സിക്യൂട്ടീവ്. ഓക്കെ, അപ്പം നാളെ കാണാം. ബൈ. ഇല്ല, അതെല്ലാം ഒരുമിച്ച് ഒന്ന് എണ്ണിക്കാണ്ട് ഒന്നുകൂടെ 5 എണ്ണം ഉണ്ട് ഉള്ളത്. ഇല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, അത് ഇങ്ങോട്ട് എടുത്തിട്ട്. അപ്പൊ എക്സിക്യൂട്ടീവ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ 5 ചാപ്റ്റർ സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ? ഓർക്കത്തുനിന്ന് നീച്ച് വരുന്നേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഓർഗൻസിനെ കുറിച്ചൊക്കെയാണ്. മാറിപ്പോയി. ഗവൺമെന്റ് ഡിഫറെന്റ് ഓർഗൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ അധികം കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ എക്സിക്യൂട്ടീവ്, നമ്മൾ ഈ പറയുന്ന പല എന്താ പറയുക ലോ മേക്ക് ചെയ്തു ലെജിസ്ലേച്ചറെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ല, ആ ഒരു സാധനം എന്ത് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തണം. അത് ആര് ത്രൂ ആണ് എത്തുക? എക്സിക്യൂട്ടീവ് ത്രൂ ആണ് എത്തുക. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സിക്യൂട്ടീവിനെ കുറിച്ചും പ്രസിഡന്റിനെ കുറിച്ചും വൈസ് പ്രസിഡന്റിനെ കുറിച്ചും മിനിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് മേജറായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചിട്ടുണ്ടാകും. ഇനി ഈ ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ 5 ചാപ്റ്റർ എന്നുള്ള ഈ ഒരു ടാർഗറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ്. നമുക്ക് എന്തായാലും വിത്തിൻ 2 hours, ഓക്കെ, ടോട്ടൽ ഇട്ടാ വിത്തിൻ 2 hours അല്ലെങ്കിൽ ഈ പറഞ്ഞ 2.5 hours, വിത്തിൻ 2.5 hours നമുക്ക് എന്ത് ചെയ്യാം 5 ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കട്ടെ. 8:30 മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. ആരും വരീഡ് ആവണ്ട. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. എക്സിക്യൂട്ടീവ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ദ ഓർഗൻ ഓഫ് ഗവൺമെന്റ് ദാറ്റ് പ്രൈമർലി ലുക്ക് ആഫ്റ്റർ ദ ഫംഗ്ഷൻ ഓഫ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഈസ് കോൾഡ് എക്സിക്യൂട്ടീവ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് ലോ മേക്ക് ചെയ്യുക എന്നുള്ളത് ലെജിസ്ലേച്ചറുടെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് എക്സിക്യൂട്ടീവിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് എന്ത് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് ജുഡീഷ്യറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ടുഗദർ ആണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഫൈനലി പബ്ലിക്കിന് കൃത്യമായിട്ടും ഗവേൺ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പബ്ലിക്കിന് കിട്ടേണ്ട എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് യെസ്, ഇവിടെ എക്സിക്യൂട്ടീവ് ആണ് ഈ പറയുന്ന എന്താ പറയുക ഇംപ്ലിമെൻറ്റേഷൻ എന്നതാണ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു പ്രൈമർ ഫംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന ലോ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്, നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന എക്സിക്യൂട്ടീവിൻ്റെ മേജറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ദെൻ
An executive is the branch of government responsible for the implementation of laws and policies adopted by the legislature. അപ്പോൾ ലെജിസ്ലേച്ചർ അഡോപ്റ്റ് ചെയ്യുന്ന പോളിസീസും അതുകൂടാതെ ഈ പറയുന്ന നിയമങ്ങൾ നടപ്പിലാക്കുക, അതുപോലെ തന്നെ എന്താണ് നിയമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നയങ്ങളാണെങ്കിലും ഒക്കെ നടപ്പിലാക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? എക്സിക്യൂട്ടീവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനിയും the executive is often involved in the framing of policy. രൂപീകരണത്തിൽ ആരും ഇൻവോൾവ് ആവുന്നുണ്ട്? എക്സിക്യൂട്ടീവ് ഇൻവോൾവ് ആവുന്നുണ്ട്. സം കൺട്രീസ് ഹാവ് പ്രസിഡൻസ് വൈൽ അതേഴ്സ് ഹാവ് ചാൻസലേഴ്സ്. ചില രാഷ്ട്രങ്ങളിൽ ഈ പറഞ്ഞ പ്രസിഡന്റ് ആയിരിക്കും ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത്, ചില രാഷ്ട്രങ്ങളിൽ ചാൻസലേഴ്സ് ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാം തന്നെയാണ് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്നുള്ള ഒരു പൊസിഷനാണ് അവിടെ വരുന്നത്. Then the executive branch is not just about president, prime ministers and the ministers. It also extended to the administrative machineries. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സിവിൽ സർവൻസ് അടക്കമാണ്. അതായത് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സും മാത്രമല്ല ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സിവിൽ സർവൻസും എക്സിക്യൂട്ടീവിൻ്റെ പാർട്ടാണ് നമുക്ക് കാണാൻ പറ്റൂടാ. ഓക്കെ, അപ്പോൾ സിവിൽ സർവൻസ് അടങ്ങുന്ന ഒരു ഭരണകൂടത്തെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്. ഫസ്റ്റ് വൺ ഇസ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടാം, the president is head of the state as well as the head of the government. In this system, the office of the president is very powerful both in the theory and practice. ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെയല്ല. അപ്പോൾ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് സെയിം പേഴ്സൺ ആയിരിക്കും, പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ പ്രസിഡന്റ് മോർ പവർഫുൾ ആയിരിക്കും. US, ബ്രസീൽ പോലുള്ള നേഷൻസിൽ, ലാറ്റിൻ അമേരിക്കയിലെ പല നേഷൻസിലും ഒക്കെ എന്തെന്നെയാണ് ഈ പറയുന്ന ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രസിഡന്റ് ആണ്. ഹെഡ് ഓഫ് ദി ഗവൺമെന്റ്, ബോത്ത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആ സെയിം പേഴ്സൺ ആണ്, പ്രസിഡന്റ് ആണ്. ഇതാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് മോർ പവർഫുൾ ആയിരിക്കും പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ. ദെൻ നെക്സ്റ്റ് വരുന്നതാ സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അണ്ടർ ദ സിസ്റ്റം ഓഫ് എക്സിക്യൂട്ടീവ് പ്രസിഡൻസി പീപ്പിൾ ഡയറക്ട്ലി ഇലക്ട് ദ പ്രസിഡന്റ്. ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് ബോത്ത് പ്രസിഡന്റ് ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ബിലോങ് ടു ദ സെയിം പൊളിറ്റിക്കൽ പാർട്ടി ഓർ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇവിടെ നമ്മൾ പറയുന്നത് ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്കയിലൊക്കെ ഫോളോ ചെയ്യുന്ന സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ടും ജനങ്ങളാണ് ആരെ സെലക്ട് ചെയ്യുന്നത്? പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇവിടെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും മേ ബി സെയിം പൊളിറ്റിക്കൽ പാർട്ടീസിൽപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതിരിക്കാം. ഇതിന് രണ്ടിനുള്ള പോസിബിലിറ്റി സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലുണ്ട്. ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്കയിലൊക്കെ സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് പാർലമെന്ററി സിസ്റ്റം ആണ്. The Prime Minister is the head of the government. Most parliamentary systems have the president or monarch who is the nominal head of the state. Then the role of president or monarch is primarily ceremonial and prime minister along with the cabinet wields effective powers. ഇവിടെ നമ്മൾ പറയുന്നത് പാർലമെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൂടാതെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയി വരുന്നത് ഈ പറയുന്ന മൊണാർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കാം. ഓക്കെ, പാർലമെന്ററി സിസ്റ്റത്തിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റോ മൊണാർക്കോ ആയിരിക്കും. പക്ഷേ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രസിഡന്റിന് അത്രയും വലിയ പവേഴ്സ് ഇതിൽ ഉണ്ടാവണമെന്നില്ല. മോർ പവർ ആയിരിക്കും പ്രൈം മിനിസ്റ്ററിനായിരിക്കും. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK ഒക്കെ എന്തുതന്നെയാണ് പോർച്ചുഗലിലൊക്കെ ഈ പറയുന്ന പാർലമെന്ററി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ പാർലമെന്ററി എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യയിലേക്ക് നമ്മൾ വരുമ്പോഴാണ്, ഇന്ത്യ ഓൾറെഡി ഹാസ് സം എക്സ്പീരിയൻസ് റണ്ണിംഗ് ദ പാർലമെന്ററി സിസ്റ്റം അണ്ടർ ദ ആക്ട്സ് ഓഫ് 1919 and 1935. This experience had shown that in the parliamentary system and the executive can be effectively controlled by the representative of people. ഇവിടെ നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാർലമെന്ററി എക്സിക്യൂട്ടീവ് സിസ്റ്റമാണ്. ഇന്ത്യയിൽ നമ്മൾ 1919 1935 ആക്ട് പ്രകാരം അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ടൈമിൽ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഗവൺമെന്റുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്തും ഈ പറയുന്ന ഒരു പാർലമെന്ററി സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ എന്താണ് ഈ പറയുന്ന പാർലമെന്ററി എക്സിക്യൂട്ടീവ് സിസ്റ്റമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? യെസ്, ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു പാർലമെന്ററി എക്സിക്യൂട്ടീവ് സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഓരോ പൊസിഷൻ്റെയും റോളാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രസിഡന്റ് ആവാൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക ക്രൈറ്റീരിയ, എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രസിഡന്റിലേക്ക് പോവാം. ഓക്കെ,
ദ ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ്. അതുകൂടാതെ നമുക്കിവിടെ കാണാൻ പറ്റും എന്താണ്, the constitution vests in him all executive powers of the union. ഈ പറയുന്ന എല്ലാ എന്താ പറയുക നിർവഹണാധികാരങ്ങളും രാഷ്ട്രപതിക്കാണ്. ഭരണഘടനാ പ്രകാരം കേന്ദ്രത്തിൻ്റെ എല്ലാ എന്താ പറയുക ഭരണനിർവഹണ പദവികളും ആർക്കാണ്, പ്രസിഡന്റിനാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് റെപ്രസെൻറ്റ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് പ്രസിഡന്റ്. അതുപോലെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്, പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കേട്ടോ. ഓക്കെ, ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്നുള്ളത് ആരാണ്, പ്രസിഡന്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. Then what are the qualification അല്ലെങ്കിൽ ഡീൽസ് വിത്ത് ദ ക്വാളിഫിക്കേഷൻ ഓഫ് പേഴ്സൺസ് ടു ബി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 58 ഈ പറയുന്ന പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. മസ്റ്റ് ബി എൻ ഇന്ത്യൻ സിറ്റിസൺ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ കംപ്ലീറ്റഡ് ഏജ് ഓഫ് 35 ഇയേഴ്സ്, 35 വയസ്സിന് മുകളിലായിരിക്കണം, 35 അതിന് മുകളിലായിരിക്കണം. മസ്റ്റ് ബി ക്വാളിഫൈഡ് ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ. ദെൻ ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ ഗവൺമെൻറ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, പ്രസിഡന്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. Then the president of India is not directly elected by the people but they by the members of the electoral college. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡയറക്റ്റ് ഇലക്ഷൻ അല്ല പ്രസിഡന്റിന് വേണ്ടിയുള്ളത്. ഓക്കെ, ഇലക്ടോറൽ കോളേജ് ത്രൂ ആണ് പ്രസിഡന്റ് ഇലക്ട് ചെയ്യപ്പെടുന്നത്. മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഇരു സഭകളുടെയും മെമ്പേഴ്സും, അതുകൂടാതെ മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റിലെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സംസ്ഥാന നിയമസഭകളിലെ മെമ്പേഴ്സും, അതുകൂടാതെ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയിലെ ഇലക്റ്റഡ് എന്താ പറയുക മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഒക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഈ ഒരു ഇലക്ടോറൽ കോളേജിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ടും പീപ്പിൾ അല്ല, അല്ലെങ്കിൽ പബ്ലിക് അല്ല, ഡയറക്റ്റ് ഇലക്ഷൻ അല്ല പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ the President of India has a very important role in our democracy. The power of the President can be exercised in normal time and in the time of period of emergency. ഇവിടെ നമുക്ക് കാണാമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രസിഡന്റ് പവർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നോർമൽ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ എമർജൻസി ടൈമിലാണെങ്കിലും പവർഫുൾ തന്നെയാണ് ആ ഒരു പ്രസിഡന്റ്, നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ബോത്ത് ആസ് ഡിഫറെൻറ്റ്. ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രസിഡന്റ് ആണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും യെസ് ഒബ്വിയസ്ലി ദ ഫസ്റ്റ് എന്താ സിറ്റിസൺ ആണ്. അങ്ങനെ കുറേ അധികം പൊസിഷൻ ഉണ്ട്. അതുപോലെ തന്നെ എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ എമർജൻസി പീരീഡ് പ്രസിഡന്റിനാണ് മോർ പവർഫുൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി പ്രസിഡന്റിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ഫോളോയിങ് മെമ്പേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ഈ താഴെ പറയുന്ന എല്ലാ മെമ്പേഴ്സിനും ആരാണ് തിരഞ്ഞെടുക്കുന്നത്, പ്രസിഡന്റ് ആണ് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ അതർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ആണെങ്കിലും അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, തിരഞ്ഞെടുക്കുക മീൻസ് അപ്പോയിന്റ് ചെയ്യുന്നത്. ദെൻ ചീഫ് ജസ്റ്റിസിനെ ആണെങ്കിലും ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ടിനെ ആണെങ്കിലും അപ്പോയിന്റ് ചെയ്യുന്നത്. ചെയർമാൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് UPSC ആണെങ്കിലും അല്ലെങ്കിൽ CAG ആണെങ്കിലും അറ്റോർണി ജനറൽ ആണെങ്കിലും ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നതും ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തൊക്കെ ആരാണ്, പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇത്രയും ആളുകൾ അല്ലെങ്കിൽ ഇത്രയും പൊസിഷനിലുള്ള ആളുകൾ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. Then the president can summon propagation dissolution of Lok Sabha. പ്രസിഡന്റിന്റെ മറ്റ് എന്താ പറയുക പ്രധാനപ്പെട്ട അധികാരങ്ങൾ അല്ലെങ്കിൽ പവേഴ്സ് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലോക്സഭയെ വിളിച്ചുകൂട്ടാനും പിരിച്ചുവിടാനുള്ള അധികാരമായിരിക്കേണ്ട പ്രസിഡന്റ്. ദെൻ ജോയിൻറ്റ് സിറ്റിങ്ങിന് ഓർഡർ ചെയ്യാൻ, അതായത് ഇരുസഭകളുടെയും ഒരു ജോയിൻറ്റ് സിറ്റിങ്ങിന് ഓർഡർ ചെയ്യാനുള്ള അല്ലെങ്കിൽ വിളിച്ചുകൂട്ടാനുള്ള അധികാരമായിരിക്കേണ്ട പ്രസിഡന്റ്. പിന്നെയോ the president can also pass ordinance during the recess of പാർലമെന്റ് അവധി ദിനങ്ങളാണെങ്കിൽ പോലും പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഇതിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 72 ജുഡീഷ്യൽ പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ്. ഈ പറയുന്ന പ്രസിഡന്റ് ജുഡീഷ്യൽ പവേഴ്സ് വരുന്നത് ആർട്ടിക്കിൾ 72 Then president can grant pardon or reduce the sentence of any convicted persons under central laws. അതുകൂടാതെ എന്താ പറയുക ഈ പറയുന്ന ഒരാളുടെ ശിക്ഷ റദ്ദാക്കുക അല്ലെങ്കിൽ കുറച്ചു കൊടുക്കാനൊക്കെയുള്ള അധികാരം കൂടി ആയിരിക്കുന്നുണ്ട് പ്രസിഡന്റിനുണ്ട്. അപ്പോൾ കുറേയധികം പവേഴ്സ് ഉള്ള ഒരു പൊസിഷൻ, നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് പൊസിഷനാണ് പ്രസിഡന്റ് അല്ലേ. അപ്പോൾ മക്കൾ സാർ ഇത്രയൊക്കെ പവറേ ഉള്ളൂ. യെസ്, ഇതിൽ തന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്താ പറയുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവേഴ്സാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ പാഡൺ പവേഴ്സ് നമുക്ക് നോക്കടാ. യെസ്, നമുക്ക് നോക്കാം. പാഡണിങ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് നമ്മൾ നോക്കുമ്പോഴാ ഓക്കെ,
The President of India if India takes an action over the case of punishment or the sentence of any persons convicted for an offence, it takes the forms of pardoning powers. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശിക്ഷ മാറ്റം വരുത്തുക അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് നൽകാനൊക്കെയുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. അതിൽ 5 ടൈപ്പാണ് നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക പാർഡണിങ് പവേഴ്സ് നമ്മൾ പറയുന്നത്. അതിൽ പാഡൺ, then reprieve, remit, respite, commute, ഇങ്ങനെയാണ് നമ്മുടെ പ്രസിഡന്റ് പവേഴ്സ് പറയുന്നത്. അതായത് നമ്മളിവിടെ പറയുകയാണെങ്കിൽ പാഡൺ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ശിക്ഷകളൊക്കെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. ദെൻ റിപ്രൈവ് എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുക, മരവിപ്പിക്കുക, നിർത്തലാക്കുക എന്നുള്ളതാണ്. റെമിറ്റ് എന്ന് പറയുമ്പോൾ ശിക്ഷയുടെ കാലാവധി കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ റെസ്പൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, പരിഗണനയിലുള്ള ശിക്ഷയുടെ അളവ് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂട്ട് എന്ന് പറയുന്നത് ഒരു കഠിന ശിക്ഷയാണെങ്കിൽ അത് ലഘുവാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പ്രസിഡന്റിന്റെ പാഡൺ പവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ പ്രസിഡന്റ് ഈസ് ഓൾസോ സുപ്രീം കമാൻഡർ ഓഫ് ദ ആർമഡ് ഫോഴ്സസ്. ആർമഡ് ഫോഴ്സസിന്റെ കമാൻഡർ കൂടിയാണ്, സുപ്രീം കമാൻഡർ കൂടിയാണ് ആര്? പ്രസിഡന്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പ്രസിഡന്റിന്റെ പവേഴ്സാണ്. കഴിഞ്ഞിട്ടില്ല എമർജൻസി പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് നമ്മൾ നോക്കുകയാണെങ്കിലോ, the president in India can proclaim an emergency in 3 conditions. 3 കണ്ടീഷൻസിൽ എമർജൻസി അല്ലെങ്കിൽ അടിയന്തര അവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം കൂടി ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. നാഷണൽ എമർജൻസി, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. നാഷണൽ എമർജൻസി വരുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരമാണ്. റൈസിംഗ് ഔട്ട് ഓഫ് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആർമഡ് റെബലിയൻ വിത്തിൻ ദ കൺട്രി. രാജ്യത്തിനകത്തുണ്ടാവുന്ന എന്താ പറയുക, ആഭ്യന്തര കലാപമാവട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള അറ്റാക്ക് ആവട്ടെ അല്ലെങ്കിൽ യുദ്ധ സാഹചര്യങ്ങളാവട്ടെ, ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും. ഇത് ആർട്ടിക്കിൾ 352 പ്രകാരം വരുന്നതാണ്. ഇതിന് ആർട്ടിക്കിൾ 356 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണൽ എന്താ പറയുക എമർജൻസിയാണ് വരുന്നത്. അത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറീസിൽ ഉണ്ടാകുന്ന ഫെയിലിയർ, സ്റ്റേറ്റ്സിലേക്ക് ഉണ്ടാകുന്ന ഫെയിലിയർ കാരണം എന്ത് ചെയ്യാം, ഭരണത്തിലുണ്ടാകുന്ന പരാജയങ്ങളൊക്കെ കാരണം ഡിക്ലെയർ ചെയ്യാം. ദെൻ ഫിനാൻഷ്യൽ എമർജൻസി പറയുന്ന സമയത്ത് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ഭയങ്കര എന്താ പറയുക ക്രൈസിസിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനും പ്രസിഡന്റിന് അധികാരമുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ആർട്ടിക്കിൾ 74 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടാം, there shall be a council of ministers with the prime minister at the head of and to lead an advice of the president who shall exercise the functions act following such advice. The president may request to council of ministers to reconsider such advice and the president shall act by the advice tender after such reconsideration. ഇവിടെ നമ്മൾ പറയുന്നത് കൃത്യമായിട്ടും എന്താ പറയുക, നമുക്കറിയാൻ പറ്റും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും കാര്യം കൗൺസിൽ ഓഫ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക നേഷനാണ് നമ്മുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസിഡന്റിന് ഇവരുടെ ഉപദേശപ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, രാഷ്ട്രപതിക്ക് പ്രവർത്തനങ്ങളും മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും എന്താ പറയുക അവരുടേതായിട്ടുള്ള സജഷൻസ് പരിഗണിക്കാനൊക്കെ ആർക്ക് പറ്റും, പ്രസിഡന്റിന് പറ്റുമെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആർട്ടിക്കിൾ 74 പ്രകാരം. Then powers that the president can exercise at his own discretion നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡിസ്ക്രിപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ള എന്താ പറയുക വിവേചനപരമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. റീകൺസിഡറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വീറ്റോ പവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുക, ക്ലിയർ മെജോറിറ്റി കേസിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യാണ് അപ്പോയിന്റ് ചെയ്യുന്ന കേസിലാണെങ്കിലൊക്കെ അവിടെ പ്രസിഡന്റ് എന്തുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തുണ്ട് സ്വയം വിവേചനാധികാരങ്ങളുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ഏതാണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നുണ്ട് ദ വൈസ് പ്രസിഡന്റ് ആർ ഇലക്റ്റഡ് ഫോർ എ 5-year term. 5-year ടേമിലേക്കാണ് വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്യപ്പെടുന്നത്. ദ പ്രോസസ് ഈസ് സിമിലർ ടു ദാറ്റ് ദ ഇലക്ടിംഗ് ദ പ്രസിഡന്റ് വിത്ത് എക്സംഷൻ ദാറ്റ് ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇലക്ടോറൽ കോളേജ്. ബാക്കിയെല്ലാം ഇലക്ടോറൽ കോളേജിൽ പ്രസിഡന്റ് ഇലക്ഷനിലുള്ള പ്രോസസ്സ് തന്നെയാണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ. പക്ഷേ ആരില്ല, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലെ മെമ്പേഴ്സ് ഇല്ല, ബാക്കിയെല്ലാം കൃത്യമാണ്. അതേപോലെ തന്നെ ഒരു ഇലക്ടോറൽ കോളേജാണ്, അതുപോലുള്ള മെമ്പേഴ്സ് തന്നെയാണ്. ഡയറക്റ്റ് ഇലക്ഷൻ അല്ല ആരെ സെലക്ട് ചെയ്യാനും വൈസ് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാനും ഉള്ളത്.
Then a resolution of the Rajya Sabha passed by majority and approved by the Lok Sabha may be used to remove him from office. അപ്പോൾ എങ്ങനെയാണ് വൈസ് പ്രസിഡന്റ് പൊസിഷൻ നിന്നും റിമൂവ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വരുന്നത് രാജ്യസഭയിലെ ഭൂരിപക്ഷ പ്രമേയം പാസ്സാക്കുന്നു. അത് ലോക്സഭ അംഗീകരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പൊസിഷനിൽ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റും. Then acts as ex officio chairman of the Rajya Sabha and assumes that the role of president in the event that of a vacancy caused by death, resignation, impeachment or the other means. Impeachment എന്ന് പറയുമ്പോൾ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ പ്രസിഡന്റിനെ ആ ഒരു പൊസിഷനിൽ നിന്നും എടുത്ത് കളയുന്ന പ്രോസസ്സാണ് ഇംപീച്ച്മെന്റ്. അപ്പോൾ പ്രസിഡന്റിന്റെ അഭാവത്തിൽ പ്രസിഡന്റ് മരിക്കുക അല്ലെങ്കിൽ പ്രസിഡന്റ് ഈ പറയുന്ന ഇതിലാണ് രാജിവെക്കുക, കുറ്റാരോപണം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ചുമതല ആര് ഏറ്റെടുക്കും? വൈസ് പ്രസിഡന്റ് ഏറ്റെടുക്കും നമുക്ക് കാണാൻ പറ്റും. Okay, then act as president for a limited period of time until a new president is elected. അപ്പോൾ പുതിയ പ്രസിഡന്റ് വരും വരെ അവിടെ പ്രസിഡന്റ് പൊസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഫങ്ഷൻസ് ആയിരിക്കും ആര് ചെയ്യുന്നത്? വൈസ് പ്രസിഡന്റ് ചെയ്യുന്നത്. പുതിയ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യപ്പെടും വരെ പ്രസിഡന്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആര് ചെയ്യും? വൈസ് പ്രസിഡന്റ് ചെയ്യൂട. Then prime ministers and the council of ministers നമ്മൾ നോക്കുമ്പോൾ in our country the prime minister has become the most important government functionary. The prime minister is also as a head of the council of ministers. Only on the advice of the council of ministers does the president exercise his powers. Next വരുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഭരണ നിർവഹണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു പങ്കായിരിക്കുന്നുണ്ട്. യെസ്, പ്രൈം മിനിസ്റ്ററിനുണ്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡാണ് ആര്? ഈ പറഞ്ഞ പ്രൈം മിനിസ്റ്റർ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ രാഷ്ട്രപതിയുടെ എല്ലാ അധികാരങ്ങളും ഈ പറയുന്ന മന്ത്രിസഭയുടെ അഡ്വൈസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുക? മുമ്പോട്ട് പോവുക. ഓക്കെ, the prime minister must have the support of majority of the Lok Sabha members in parliamentary form of government. The prime minister wields tremendous powers as a result of majority support. ഇനി നമ്മളോട് പറയുന്നുണ്ട് സർക്കാർ പ്രവർത്തിക്കണമെങ്കിൽ, സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ഒക്കെ എന്ത് വേണം? ലോക്സഭയിൽ മെമ്പേഴ്സ്, പാർലമെന്ററി മെമ്പേഴ്സിന് മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൈം മിനിസ്റ്ററിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ നമ്മളോട് പറയുന്നുണ്ട് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും? വളരെ അധികം അൺലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സും ആയിരിക്കുന്നുണ്ട് പ്രൈം മിനിസ്റ്ററിന് ഉണ്ട്. ഓക്കെ, in addition to deciding who will serve as ministers in the council of ministers, then it also assign ministers ranks and portfolios. Ministers are ranked as cabinet ministers, ministers of states or deputy ministers depending on their seniority and political importance. അതുകൂടാതെ ഈ പറയുന്ന മന്ത്രിസഭയിൽ ആര് ഉൾപ്പെടുത്തണം, ഏതൊക്കെ പൊസിഷൻ അവർക്ക് കൊടുക്കണം, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണോ, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആണോ, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ആണോ, അവരുടെ സീനിയോറിറ്റിക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് ഓരോ പൊസിഷനും പദവികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇത് സ്റ്റേറ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ ചീഫ് മിനിസ്റ്ററാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൂടാതെ മെജോറിറ്റി പാർട്ടിയുടെ ലീഡറോ അല്ലെങ്കിൽ കോalition പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെ ആയിരിക്കും ചീഫ് മിനിസ്റ്റേഴ്സ് വരുന്നത്. അതുകൂടാതെ ഓൾ മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ മസ്റ്റ് ബി മെമ്പർ ഓഫ് പാർലമെന്റ് നമുക്ക് കാണാൻ പറ്റും. And if someone becomes a minister or prime minister without the first being elected to parliament, they must do so within 6 months. അതുകൂടെ ആരെങ്കിലും ജനപ്രതിനിധി അല്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പൊസിഷനിലേക്ക് വന്നാൽ വിത്തിൻ 6 months അവരെന്ത് ചെയ്യണം? ആ ഒരു പൊസിഷനിലേക്ക് വരേണ്ട ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണമെന്നാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പൊസിഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഇങ്ങനെ ഓരോന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യണേ, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി ആകെ ഒരു അലമ്പാവരുതേ. ദെൻ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ based on the principles of solidarity of the ക്യാബിനറ്റിന് ഈ പറയുന്ന സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് എന്ത് ചെയ്യണം? ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ടും ഒറ്റക്കെട്ടായിട്ട് implies that the vote of non-confidence even against a single minister leads to the resignation of the entire council of ministers. അപ്പോൾ ഒരു മന്ത്രിക്കെതിരെ പോലും എന്താ ഈ അവിശ്വാസ പ്രമേയം പാസ്സായാൽ എന്ത് ചെയ്യും? അത് മുഴുവൻ മന്ത്രിസഭ എന്ത് ചെയ്യും? ബാധിക്കും. അവർ മൊത്തം രാജിവെക്കേണ്ട സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറും. Also indicates that if the minister does not agree with the policy or decision in the cabinet, he or she must either accept in that decision or resign. നമുക്ക് കാണാൻ പറ്റും. അതായത് ക്യാബിനറ്റ് നയത്തോട് അംഗീകരിക്കുന്നില്ലെങ്കിൽ രണ്ട് മാർഗ്ഗങ്ങളാണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? ക്യാബിനറ്റ് എടുക്കുന്ന നയത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ് ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല.
Okay, it is binding on all ministers to pursue or agree to policy for which there is a collective responsibility. അപ്പോൾ ഈ പറയുന്ന കളക്റ്റീവായിട്ട് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എല്ലാ ആളുകളും എന്ത് ചെയ്യണം, പിന്തുണച്ച് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തീരുമാനം ഒരു മന്ത്രിസഭ എടുക്കുകയാണെങ്കിൽ എല്ലാ മന്ത്രിമാരും അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് ബാധ്യതയാണ്, അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ പിരിച്ചുവിടുന്ന സിറ്റുവേഷൻ when the prime minister dies or resign, the council of minister is automatically dissolved, but minister's death, dismissal or resignation only creates a ministerial vacancy. ഇവിടെ നമ്മൾ പറയുന്നത് പ്രൈം മിനിസ്റ്റർ മരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസൈൻ ചെയ്യുകയൊക്കെ ചെയ്താൽ അവിടെ എന്ത് ചെയ്യും, മുഴുവൻ മന്ത്രിസഭയും സ്വമേധ എന്ത് ചെയ്യും, പിരിച്ചുവിടും. ഇനി ഒരു മിനിസ്റ്റർ മരിക്കണം, പ്രൈം മിനിസ്റ്റർ ആണ് അങ്ങനെ മരിക്കുക അല്ലെങ്കിൽ റിസൈൻ ചെയ്തെങ്കിൽ, ഇനി ഒരു മിനിസ്റ്റർ ആണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നെങ്കിലോ അവിടെ ഒരു വേക്കൻസി ആയിരിക്കും, മറ്റൊരു ഇലക്ഷൻ ആയിരിക്കും, ആ ഒരു പൊസിഷനിലേക്ക് മാത്രമുള്ള ഒരു വേക്കൻസി ആയിരിക്കും അവിടെ വരുന്നത്. All major government decisions are made by the Prime Minister, who also sets the government policies, control of the Council of Ministers, leadership of the Lok Sabha, command of the bureaucratic machine, media access, then projection of personality during elections, and projection as national leader during international summit and foreign visit, all are source of the power of Prime Minister. നമ്മൾ നോക്കണേ ഭയങ്കര അല്ലേ പ്രൈം മിനിസ്റ്ററിന്റെ പവർ എന്ന് പറയുന്നത്, ഭയങ്കരമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ പറയുന്നതാണ് എല്ലാം, അതായത് ഈ പറയുന്ന എന്താണ് ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിലും ഗവൺമെൻറ് പോളിസി മേക്ക് ആണെങ്കിലും ലീഡർ ഓഫ് ലോക്സഭ, അതുകൂടാതെ ബ്യൂറോക്രാറ്റിക് മെഷീനറീസും പ്രവർത്തിക്കുന്നത്, അതുകൂടാതെ എന്താ പറയുക ഇലക്ഷൻ ടൈമിൽ നമ്മൾ ഈ പറയുന്ന ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർനാഷണൽ എന്താ പറയുക സമിറ്ററിയിലൊക്കെ ഏറ്റവും ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യുന്ന അക്കാര് തന്നെയാണ്, ഫോറിൻ വിസിറ്റും അക്കാര് തന്നെയാണ്, പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ അൺലിമിറ്റഡ് പവർ മാത്രമല്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൂടി ആയിരിക്കേണ്ടത് ആ പ്രസിഡന്റിന് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, the similar parliamentary executive though with some differences. The most significant difference is the president appoints the governor of the state on the advice of the central government. The governor has more discretionary powers than the chief minister, who is like prime minister. He is the head, is the leader of majority party in the assembly. The main principle of the parliamentary system, however, it applies to the state level. ഇവിടെ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലെവൽ നോക്കുകയാണെങ്കിലോ പ്രസിഡന്റ് ആണ് ആര് അപ്പോയിന്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഗവർണർ അപ്പോയിന്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഗവർണർക്ക് മുഖ്യമന്ത്രിയെക്കാളും എന്ത് ചെയ്യും, എന്താ പറയുക വിവേചനാധികാരം കുറച്ച് കൂടുതലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ഈ പറയുന്ന പ്രസിഡന്റിനുള്ള പോലെ തന്നെ വിവേചനാധികാരം ആർക്കുമുണ്ട്, ഗവർണറിനും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. Then the prime minister, ministers and the large organization known as the bureaucracy or administrative machinery make up the government's executive organ. ഇവിടെ നമ്മൾ പറയുന്നത് പ്രൈം മിനിസ്റ്ററും മിനിസ്റ്റേഴ്സും അതുകൂടാതെ എന്താണ് ബ്യൂറോ കൂടുതൽ ആരുമുണ്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയും ഒക്കെ അടങ്ങുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് വിഭാഗം എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഇൻ എ ഡെമോക്രസി ദ ഗവൺമെൻറ് ഈസ് ലെഡ് ബൈ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സൂപ്പർവിഷൻ. ദ ലെജിസ്ലേച്ചർ ആൾസോ ഹാസ് അതോറിറ്റി ഓവർ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ജനാധിപത്യ ഭരണകൂടമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണെങ്കിൽ അവിടെ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മന്ത്രിമാരുമാണ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. അതുകൂടാതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഒരു ഭരണകൂടം എന്ത് ചെയ്യും, അവരുടെ സൂപ്പർവിഷനിൽ ഉണ്ടാവും. ഒരു ഭരണകൂടത്തിൻ്റെ അതിൽ ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അതിൽ ഉണ്ടാവും. കാരണം ഒഫീഷ്യൽസ് നമ്മൾ പറയും, അവരും അതിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ നിയമനിർമ്മാണ സഭയ്ക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട്. അല്ലെങ്കിൽ എന്ത് നമുക്ക് കാണാൻ പറ്റും, ദ ലെജിസ്ലേച്ചർ ഓൾസോ ഹാസ് അതോറിറ്റി ഓവർ ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് നമുക്കവിടെ കാണാൻ പറ്റും. ഇനി വാട്ട് ആർ ദ ലിമിറ്റ്സ് ഓഫ് ബ്യൂറോക്രസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ആക്ട് ഇൻ കോൺട്രവെൻഷൻ ഓഫ് ദ ലെജിസ്ലേച്ചേഴ്സ് പോളിസി. അതായത് ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയമസഭയുടെ നയങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. മിനിസ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് പൊളിറ്റിക്കൽ കൺട്രോൾ ഓവർ ദ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ പറയുന്ന എന്ത് ചെയ്യണം, മന്ത്രിമാർക്ക് ഭരണകൂടത്തിൽ രാഷ്ട്രീയ നിയന്ത്രണം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ആസ് എ പ്രൊഫഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യയിലാണെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി നമ്മുടെ ബ്യൂറോക്രസി ആണെങ്കിലും നമ്മുടെ ഈ പറയുന്ന പൊളിറ്റിക്കൽ സൈഡ് ആണെങ്കിലൊക്കെ കുറച്ചുകൂടി എന്ത് ചെയ്യും, അത് ബെറ്റർ ആവും അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഇന്ത്യ കടന്നു പോകുന്നത്. ഇനി
the Indian bureaucracy is made up of all Indian services, then state service, then local government employees, and the technical and managerial staff who run public sector enterprises. അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാ രീതിയിലും ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പോൾ ആരൊക്കെ ഉണ്ട്, IAS, അതുകൂടെ സിവിൽ സർവൻസ്, ലോക്കൽ എംപ്ലോയീസ്, ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ സ്റ്റാഫ് എല്ലാം അടങ്ങുന്നതാണ് നമ്മൾ ഈ പറയുന്ന ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, The Union Public Service Commission has been entrusted with the task of conducting the recruitment process for Indian government civil servants. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സിവിൽ സർവൻസിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ അവർക്ക് എക്സാമിനേഷൻസും അവരെ റിക്രൂട്ട് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? UPSCക്കാണ്. ഈ പറഞ്ഞ സെൻട്രൽ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ UPSCക്കാണ്. സ്റ്റേറ്റ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിലോ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ ഓൾസോ അവൈലബിൾ. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ PSC എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇപ്പോൾ കേരള PSC, KPSC നമ്മൾ പറയും, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അതുകൂടാതെ യൂണിയൻ ആണെങ്കിൽ UPSC നമ്മൾ പറയും. Then the members of the Public Service Commission serve for a set period of time. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പേഴ്സ് ഒരു പീരീഡ് ഓഫ് ടൈമിലായിരിക്കും, ഒരു നിശ്ചിത കാലാവധിയിലേക്കായിരിക്കും അവരുടെ സേവനം ഉണ്ടായിരിക്കുക. ദെൻ ദ റിമൂവൽ ആൻഡ് ഓർ സസ്പെൻഷൻ ഈസ് സബ്ജക്ട് ടു ത്രൂ ഇൻവെസ്റ്റിഗേഷൻ ബൈ എ സുപ്രീം കോടതി ജഡ്ജ്. അതുകൂടാതെ അവരുടെ പൊസിഷൻ അവരെ റിമൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, കൃത്യമായിട്ടും ഒരു ഇൻക്വയറിയും കാര്യങ്ങളൊക്കെ വേണം, വിശദമായിട്ടുള്ള ഒരു അന്വേഷണമൊക്കെ സുപ്രീം കോടതി ജഡ്ജസിൻ്റെ ഭാഗത്തുണ്ടാവും. അതിനുശേഷം മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, റിമൂവ് ചെയ്യുള്ളൂ. Then role of bureaucracy എന്ന് നോക്കുകയാണെങ്കിൽ the bureaucracy is a vehicle through which the government's welfare policy must be reach the people. നമുക്ക് കാണാൻ പറ്റുന്ന ബ്യൂറോക്രസി ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് മേക്ക് ചെയ്യുന്ന എല്ലാ പോളിസീസും പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത് എന്ത് ത്രൂ ആണ്, ഗവൺമെൻറ് ഓഫീസ് ത്രൂ ആണ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് ത്രൂ ആണ് നമുക്ക് കാണാൻ പറ്റും. The demands and the expectations of the average citizens are ignored by bureaucracy. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമായിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ബ്യൂറോക്രസി സാധാരണ ആളുകളുടെ പരാതികളാവട്ടെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ആവശ്യങ്ങളാവട്ടെ അതിന് അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറാൻ ആർക്ക് പറ്റുന്നില്ല, ബ്യൂറോക്രാറ്റ്സിന് പറ്റുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ ഡ്രോബാക്ക് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്രസ്സ് ചെയ്യാൻ പറ്റൂടാ. Then some of these problems can only be solved with the democratically elected government keeps control of the bureaucracy. അപ്പോൾ ഇതെങ്ങനെ മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ, ജനാധിപത്യ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റണം, ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ്, ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ്. നിയന്ത്രിക്കാൻ മീൻസ് പൊളിറ്റിക്കലി നിയന്ത്രിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതാണ് കൃത്യമായിട്ട് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. അതായത് അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇത് എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ കൃത്യമായി കുറച്ചും കൂടി വിജിലൻ്റ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി അവരുടെ എന്താ പറയുക കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ടു മച്ച് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ടേൺസ് ദ ബ്യൂറോക്രസി ഇൻടു എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പൊളിറ്റീഷ്യൻസ്. അതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ടു മച്ച് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്, ഒബ്വിയസ്ലി ഡെമോക്രാറ്റിക്കലി ഇലക്ട് ചെയ്യപ്പെട്ട ഗവൺമെൻറ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും അല്ലേ. അപ്പോൾ പൊളിറ്റീഷ്യൻസിൻ്റെ ഹാൻഡിലേക്ക് ഈ ബ്യൂറോക്രാറ്റ്സ് പോകാമെന്ന് പറയുന്നതും നല്ലതല്ല. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയുണ്ട്. അതായത് കൃത്യമായിട്ട് ഗവൺമെൻറ് പോസിറ്റീവായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുക, അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ അവർ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് കുഡ് ബി ബെറ്റർ. പക്ഷേ പൊളിറ്റീഷ്യൻസിൻ്റെ ഇൻഫ്ലുവൻസ് മോർ വരികയാണെങ്കിൽ അവിടെ എന്ത് വരും, അവർ കൃത്യമായിട്ടും ഫെയർ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അത് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, then despite the fact that the constitution established an independent recruitment system, many people believe that there is no safeguard in the place to protect civil servants from political interference in their works. അവിടെ നമ്മൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ടിംഗ് സിസ്റ്റം ഒക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്നതെങ്കിലും രാഷ്ട്രീയ ഇടപെടലും എന്താ പറയുക കൃത്യമായിട്ടും ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സിനിടയിൽ രാഷ്ട്രീയ ഇടപെടലുകളും രാഷ്ട്രീയ ഇൻഫ്ലുവൻസും അതുകൂടാതെ അവരുടെ ടോർച്ചറിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. It's also thought that there are not enough safeguards in the place to ensure that the bureaucracy is accountable to the people. അതുകൂടാതെ ജനങ്ങളോട് ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേക്കും ബ്യൂറോക്രാറ്റ്സ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ വർക്ക് അവർ കൃത്യമായിട്ടും ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കൺട്രോൾ ചെയ്യാനാണ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഫോർ എക്സാമ്പിൾ ഈസ് ഇൻറ്റൻഡ് ടു മേക്ക് ദ ബ്യൂറോക്രസി മോർ റെസ്പോൺസീവ് ആൻഡ് അക്കൗണ്ടബിൾ. അപ്പോൾ ബ്യൂറോക്രാറ്റ്സ് മോർ റെസ്പോൺസിബിൾ ആവാനും മോർ അക്കൗണ്ടബിൾ ആവാനും കൂടുതൽ ട്രാൻസ്പെറൻറ്റ് ആവാനൊക്കെ വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്,
ചെയ്തിട്ടുള്ളത്? യെസ്, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് അതോറിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, ആ ഒരു അവരുടെ ആക്ട് ശരിയല്ല, അല്ലെങ്കിൽ അവർ ഫണ്ട് കൃത്യമായിട്ട് ഇത് ചെയ്തില്ല, സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഗവൺമെൻറ് അതോറിറ്റിയെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൂടെയൊക്കെ മാക്സിമം അവർ അക്കൗണ്ടബിൾ ആക്കാനും കൂടുതൽ റെസ്പോൺസിബിൾ ആക്കാനും കൂടുതൽ ട്രാൻസ്പെറൻറ്റ് ആക്കാനും ഒക്കെ ആര് ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എന്താ ഗവൺമെൻറ് അതോറിറ്റി ആണെങ്കിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതൊരു പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, എടുക്കാനുള്ളത്. ദാറ്റ് മീൻസ് നമ്മളൊരു 5 ചാപ്റ്റേഴ്സ് ആണ് വിതിൻ 2 hour and 10 minutes നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ടാവും, ഓക്കെ ആയിട്ടുണ്ടാവും, റെഡി ആയിട്ടുണ്ടാവും എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കമൻറ്റ് ഹിയർ. അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ സെറ്റ് ആണോ, ഓക്കെ ആണ്, റെഡി ആണെങ്കിൽ എന്ത് ചെയ്യുക, അതും ഒന്ന് കമൻറ്റിലൂടെ ഇൻഫോം ചെയ്യുക. അപ്പോൾ തൽക്കാലം ഈ ഒരു സെഷൻ 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അനക മിസ് 3 ചാപ്റ്ററും ഞാൻ 2 ചാപ്റ്ററും എടുത്തുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. ഓക്കെ അല്ലടാ? യെസ്, ഓക്കെ ആണ്, സെറ്റാണ്, റെഡി ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ് യെസ് യെസ്, മക്കളെല്ലാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, ഓക്കെ ആണോ, സെറ്റ് ആണോ, റെഡി ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യടാ, യെസ് യെസ് യെസ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ, ബൈ.